ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാരിയോ ജോസഫ്, ഫിലോകാലിയ ഫൗണ്ടേഷനിൽ നിന്ന്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. എന്ന് പറഞ്ഞാൽ ഏത് ഡിനോമിനേഷനിൽ ഉള്ള ക്രിസ്ത്യാനികളാണെങ്കിലും ഇത് നിർബന്ധം കേൾക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് പറ്റുമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായും അവർക്ക് ഗുണം ചെയ്യും. സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു എപ്പിസോഡ് എടുത്തൊരു സബ്ജക്റ്റ് ഉണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ. അതിൽ സ്വർഗം നമ്മൾ പറഞ്ഞില്ല, ഞങ്ങൾ എന്നതിന് ഒരർത്ഥം തരികയായിരുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുമല്ല, ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുവിനെ സ്വീകരിച്ചവരാണ് ദൈവത്തിൻ്റെ ദത്തുമക്കളെന്നും അവർക്കാണ് ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എന്നായിരുന്നു ആ ക്ലാസ്. അതിനകത്ത് സാലം എന്ന ഹീബ്രു വാക്കിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രതിമ എന്ന് പറഞ്ഞതുകൊണ്ട് ചിലരുടെ കമൻറ്റുകൾ കാണാനിടയായി, പ്രതിമയ്ക്ക് ജീവനില്ലല്ലോ എന്ന്. സാലം മാത്രമല്ല, അവിടെ ഛായ സദൃശ്യം എന്ന വാക്കാണ് മലയാളത്തിൽ നമ്മൾ കാണാൻ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഈ സദൃശ്യം എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് അർത്ഥങ്ങൾ കിടപ്പുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം അരൂപിയാണ്, അപ്പം നമ്മളും അരൂപിയാണ്. ദൈവം നമുക്ക് ആത്മാവിനെ തന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. എന്ന് പറയുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ദൈവാത്മാവ് തന്നെയാണ് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് വിചാരിക്കും. പരമാത്മാവ്, ജീവാത്മാവ് എന്ന കൺസെപ്റ്റിൽ തെറ്റിദ്ധരിക്കാം. പരിശുദ്ധ കത്തോലിക്ക സഭ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. അത് CCC 366 കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, പാരഗ്രാഫ് നമ്പർ 366. ദി സ്പിരിച്വൽ സോൾ ഡസ് നോട്ട് കം ഫ്രം വൺസ് പേരൻസ്. അതായത് എൻ്റെ ആത്മാവ് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതല്ല. ബട്ട് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ബൈ ഗാഡ് ആൻഡ് ഈസ് ഇമ്മോർട്ടൽ. അതായത് എൻ്റെ ജനന സമയത്ത് ദൈവം സൃഷ്ടിച്ച് എന്നിലിടുന്നതാണ് ഈ ആത്മാവ്. ഇത് ഇമ്മോർട്ടലാണ്, അതായത് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് പെരിഷ് അറ്റ് ദി മൂമെൻറ്റ് വെൻ ഇറ്റ് സെപ്പറേറ്റ്സ് ഫ്രം ദി ബോഡി ഇൻ ഡെത്ത്, ആൻഡ് ഇറ്റ് വിൽ ബി വൺസ് അഗൈൻ റീയുണൈറ്റഡ് വിത്ത് ദ ബോഡി അറ്റ് ദി മൂമെൻറ്റ് ഓഫ് ദി ഫൈനൽ റിസറക്ഷൻ. അപ്പം നമ്മളുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവ് ആൽഫ ആൻഡ് ഒമേഗയാണ്. അതിന് തുടക്കവും ഇല്ല, അതിന് അന്ത്യവും ഇല്ല. എന്ന് പറഞ്ഞാൽ ഇൻ ദി ബിഗിനിങ് ആൻഡ് നോ എൻഡ്. ഇറ്റ് ഈസ് ഇറ്റേണൽ, അങ്ങനെ വേണം പറയാൻ, ഇറ്റേണൽ. എന്നാൽ നമ്മളുടെ ആത്മാവിൻ്റെ പ്രത്യേകത ബിഗിനിങ് ഉണ്ട്, എൻഡില്ല, അതിനൊരു തുടക്കമുണ്ട്. സോ വി ആർ കോൾഡ് എവർലാസ്റ്റിംഗ് ബീയിങ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ എന്ന് പറയുന്നത്. മറ്റൊന്ന്, ദൈവത്തിൻ്റെ സദൃശ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവങ്ങളാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനമായത് സ്നേഹം, ബീയിങ് ലവ്, സ്നേഹമായി മാറാനുള്ള കഴിവോടുകൂടെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്നൊരർത്ഥം. ഇനിയും ഇതിന് വ്യാഖ്യാനങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതിലെ ഓരോ വാക്കുകൾക്കും 7 അർത്ഥങ്ങളുണ്ട്. 7 ഘട്ടമായിട്ടായിരിക്കും വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലുള്ള വ്യാഖ്യാനമാണ്, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമാണ്. അതായത് ഒരേ കാസയിൽ നിന്ന്, പിലാസയിൽ നിന്ന് യേശുവിൻ്റെ രക്തശരീരം ഭക്ഷിക്കുന്ന നമ്മൾ എന്ന് കത്തോലിക്ക സഭയിലുള്ളവർ പറയുന്നു. ഇനി അതല്ല, അപ്പുറത്തുള്ള സഭക്കാരാണെങ്കിലും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് കൊണ്ട് അവരും ഈ നമ്മളിൽ പെടുന്നു. അങ്ങനെ പെടാത്തവരെ നമ്മളിൽ എത്തിക്കുന്ന ജോലിയുടെ പേര് സുവിശേഷ വേല എന്ന് പറഞ്ഞ് നമ്മൾ NDE ആണ് ചെയ്തത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പക്ഷേ ഞാനിപ്പോൾ കൈ ഉയർത്തിയിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ എന്ന് ഞാൻ മനസ്സിൽ കരുതുമ്പോൾ, ഞാൻ ക്രിസ്ത്യാനികളെ മാത്രമല്ല കരുതുന്നത്, ഞാൻ ഹൈന്ദവരെയും ഞാൻ മുസ്ലിമീങ്ങളെയും നിരീശ്വരവാദികളെയൊക്കെ ഞങ്ങൾ എന്നതിൽ ഉൾപ്പെടുത്താറുണ്ട്. വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ഇൻ്റർസെഷൻ ഫോർ ദം, അവർക്ക് വേണ്ടിയുള്ള എൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് എന്നെങ്കിലും അവരും നമ്മളിൽ എത്തും എന്ന ബോധ്യത്തോടുകൂടെ അവർക്ക് വേണ്ടിയുള്ള മാധ്യസ്ഥ പ്രാർത്ഥന. ആ അർത്ഥത്തിൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് എന്നതും കൂടെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി അടുത്ത വാക്കാണ് വ്യാഖ്യാനം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അബുവൂൻ ദിബഷ്മായോ ഓർ ദിബഷ്മായ, അബുവൂൻ ഞങ്ങളുടെ പിതാവേ, ദിബഷ്മായ ആകാശത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ വസിക്കുന്ന ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ഇവിടെ അടുത്ത വാക്കാണ് പിതാവ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്താണ് ഈ പിതാവ് എന്ന് പറഞ്ഞാൽ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എല്ലാവരും പിതാവ് എന്ന് പറയുമ്പോൾ അപ്പൻ, അല്ലെങ്കിൽ രക്ഷിതാവ്, രക്ഷകർത്താവ്, സൃഷ്ടിച്ചവൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകും. പക്ഷേ ഇതിന് നമ്മൾ ഒരുപാട് അർത്ഥങ്ങൾ കാണേണ്ടതുണ്ട്. എന്താ പിതാവ് എന്ന് പറഞ്ഞാൽ? ഞാനിപ്പോൾ ഒരു പിതാവാണ്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. മൂത്തയാൾ അഡോണ തെരസ് മാരിയോ. ആ പേരിൻ്റെ ഉത്ഭവം ബൈബിളിലെ ആദ്യത്തെ കൽപ്പനയാണ്, പഴയ നിയമത്തിലെ ആദ്യത്തെ കൽപ്പനയാണ്. ഷമ്മ ഇസ്രായേല അദോനായി എലോഹേം അദോനായി എഹാദ്. ഇവിടെ ഷമ്മ ഇസ്രായേല, ഇസ്രായേലെ കേൾക്കുക, അദോനായി നമ്മളുടെ ദൈവം, നമ്മളുടെ കർത്താവ് എഹാദ്, അവൻ ഒരുവനാന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ നമ്മളുടെ ദൈവം അല്ലെ നമ്മളുടെ കർത്താവ് എന്ന് പറയുന്ന അഡോനായി എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് ഞാൻ ഈ അഡോന എടുത്തത്. ലോർഡ് എന്ന് അർത്ഥം.
ഞാൻ ഈ ഷമ്മ ഇസ്രായേൽ പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, ഈ മുസ്ലിമീങ്ങളൊക്കെ ഇങ്ങനെ ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? ഈ ബാങ്ക് വിളി അവരുടേതാണെന്നൊന്നും വിചാരിക്കേണ്ട, ഇത് യഹൂദന്മാരുടെ ബാങ്ക് വിളിയാണ്. ഷമ്മ ഇസ്രായേൽ അദോനാ അയ്യോ മാരിയോ ബാങ്ക് വിളിച്ച് എന്നൊന്നും പറഞ്ഞ് തുള്ളണ്ട. ഇതാണ് ബാങ്ക് വിളി ഉണ്ടാവാനുള്ള കാരണം. ഇവിടുന്ന് കോപ്പി അടിച്ചതാണ്. അതുകൊണ്ട് അവർ ബാങ്ക് വിളിക്കുമ്പോൾ കളിയാക്കല്ല, അവരോട് പോയിട്ട് കാര്യം പറയാൻ വേണ്ടത്. ഇത് കോപ്പിയല്ലേ, സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നതാണ് നല്ലത്, എന്നെ കളിയാക്കല്ല വേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അഡോണയുടെ പേര് അങ്ങനെ ഉണ്ടായതെന്നാ പറഞ്ഞത്. ഈ ഒരു കൽപ്പനയിൽ നിന്നാണ് അഡോണ എന്ന പേര് മോൾക്ക് ഇട്ടുകൊടുത്തത്. രണ്ടാമത്തെ മോളുടെ പേര് അബിയാഹ് എന്നാണ്. ABIYAH, അബിയാഹ്. അബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ അപ്പൻ എന്നാണ്. എൻ്റെ അപ്പൻ, എൻ്റെ ബാപ്പ, എൻ്റെ ഉപ്പ, എൻ്റെ അച്ഛൻ, എൻ്റെ ചാച്ചൻ. യാഹ് ദൈവം. അപ്പം അബിയാഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എൻ്റെ പിതാവാണ്, അല്ലെങ്കിൽ ദൈവം എൻ്റെ പിതാവാണ്, സർവശക്തൻ എൻ്റെ പിതാവാണ്. ഇതാണ് അബിയാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതെവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ നമ്മൾ പുരോഹിതൻ സഖറിയയെക്കുറിച്ച് പറയുമ്പോൾ, സഖറിയ എലിസബത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് പറയുന്നിടത്ത് സഖറിയ അബിയ ഗണത്തിൽപ്പെട്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അബിയ ഗണം, അത് ഗണം എന്ന് പറയുമ്പോൾ അതൊരു ട്രൈബിൻ്റെ പേര് എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ബൈബിൾ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായ അഭിപ്രായം അത് അന്നത്തെ ഒരു കോൺഗ്രിഗേഷൻ്റെ പേരാണ്. നമ്മളിപ്പോൾ CMI സഭ എന്ന് പറയില്ലേ, ജസ്യൂട്ട് സഭ എന്ന് പറയില്ലേ, വിൻസെൻഷൻ സഭ എന്നൊക്കെ പറയില്ല, അതുപോലെ അബിയ സഭയിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് കരുതുന്നതാണ് കുറേയും കൂടെ ഉചിതം. ഏതായാലും ആ ഗണത്തിൻ്റെ പേരായിരുന്നു അബിയ സെക്ട്. അപ്പോൾ എന്തോ ആവട്ടെ, ഈ വാക്കിൽ നിന്നാണ് ഞാൻ എൻ്റെ ഇളയമോൾക്ക് പേരിട്ടത്. ഇതെന്തിനാ ഇത്രയൊക്കെ മക്കളുടെ പേരൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത്? ഇതിനും കൺഫ്യൂഷൻ ഉണ്ടാക്കി. എന്തുമാത്രം കമൻറ്റുകളാണ്. അബിയ എന്നുള്ളത് മുസ്ലിം പേരല്ലേ, അഡോണ എന്നുള്ളത് മുസ്ലിം പേരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഭാഷ അറിയാത്ത പ്രശ്നമാണ്, വേറൊന്നുമില്ല. ഇനി എൻ്റെ ഈ രണ്ട് മക്കളും കുഞ്ഞുങ്ങളായിരുന്ന കാലത്ത് എനിക്കുണ്ടായ അനുഭവം പറയാം. ഒരു ദിവസം എൻ്റെ മൂത്ത മോള് ഒരു ബട്ടർഫ്ലൈയുടെ, അതിനെന്താ ബട്ടർഫ്ലൈക്ക് മലയാളം, പൂമ്പാറ്റയുടെ ചിറകും പിടിച്ചാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം നടുക്കഷ്ണം കൊച്ചു തിന്നെന്നാണ്. കൊച്ചത് ബിസ്ക്കറ്റാണെന്നായിരിക്കും കരുതിയത്. ഇളയ കൊച്ച് ഒരു ദിവസം, അന്ന് ഞങ്ങൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു മുറിയിലാണ് താമസിക്കുന്നത്. ഒരു 100 സ്ക്വയർ ഫീറ്റുള്ള മുറിയിലാണ് എൻ്റെ രണ്ട് മക്കളും ജനിച്ചതൊക്കെ, ധ്യാന കേന്ദ്രത്തിനകത്ത്. അപ്പോൾ ആ ഡോറിൻ്റെ പുറത്തൊരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിൻ്റെ ഇടയിൽ നിന്ന് കൊച്ചെന്തോ ഇങ്ങനെ മാന്തി പെറുക്കി തിന്നായിരുന്നു. പോയി നോക്കിയപ്പോൾ എലിക്കാഷ്ടായിരുന്നു. അപ്പം ഞാൻ കൊച്ചിനെ എടുത്ത് ബാത്റൂമിലേക്ക് പോയിട്ട് കൊച്ചിൻ്റെ വായിക്കകത്ത് വിരലിട്ടിട്ട് ഈ നാക്കിൻ്റെ അടിയിൽ നിന്നൊക്കെ ഈ എലിക്കാഷ്ടം മാന്തി എടുത്തപ്പോൾ കൊച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു. എൻ്റെ മുടിയിലൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് വലിച്ചു. അപ്പോൾ കൊച്ച് സ്ക്രീൻ ചെയ്യുമ്പോൾ കൊച്ചെന്തായിരിക്കും മനസ്സിൽ ചിന്തിച്ചതെന്ന് ഞാനൊന്ന് ആലോചിക്കുക. ഒരു ഊഹം വെക്കുക. കൊച്ചെന്തായിരിക്കും പറയുന്നത്? ചാച്ച, ഞാൻ മസാല കടല തിന്നുമ്പോൾ എന്തിനാ പിടിച്ചു മാറ്റിയെന്നായിരിക്കും കൊച്ചു ചോദിക്കുന്നത്. കൊച്ചിനത് വിഷാന്നറിയാവോ, അത് എലിക്കാഷ്ടാന്നറിയാവോ? അത് വായിലിട്ടപ്പോൾ എന്തോ ടേസ്റ്റ് ഉണ്ട്, അത്രേ കൊച്ചിനറിയുള്ളൂ. എന്താ ഈ പറഞ്ഞതിൻ്റെ സാരം? ഒരപ്പൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ, മക്കൾക്ക് നല്ലതെന്താണെന്ന് തിരിച്ചറിയുന്ന ആളാണ് അപ്പൻ. അതാണ് യഥാർത്ഥ അപ്പൻ. എനിക്ക് ഇന്ന് എന്ത് നല്ലത്, നാളെ എന്ത് നല്ലത്, മറ്റന്നാൾ എന്ത് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും അറിയില്ല, അപ്പനെ അറിയുള്ളൂ. എനിക്ക് നല്ലതെന്ന് കരുതി ഞാൻ പലതിൻ്റെ പുറകെ ഓടുമ്പോൾ ചിലപ്പോൾ അപ്പനത് തരില്ല. ഞാൻ ദേഷ്യപ്പെട്ടെന്ന് വരും, ദൈവത്തെ ധിക്കരിച്ചെന്ന് വരും, എന്നാൽ പോലും എനിക്കത് തരില്ല. കാരണം അത് നല്ലതല്ലെന്ന് അപ്പനറിയാം. അപ്പോൾ നമുക്ക് ഈ അപ്പനെക്കുറിച്ച് നോക്കുമ്പം ഈശോ മനോഹരമായിട്ട് അപ്പനെക്കുറിച്ച് പറഞ്ഞൊരു ഡയലോഗ് ഇങ്ങനെയാണ്: ആകാശത്തിലെ പറവകൾ നോക്ക്, വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നിട്ട് പറയാം വയലിലെ ലില്ലീനെ നോക്കി, ഇന്നുണ്ടായി നാളെ ഉണങ്ങാനുള്ളതാ. ഇതിനെല്ലാം പോറ്റുന്നൊരു പിതാവുള്ളപ്പോൾ നീ എന്തിനാകുലതപ്പെടണം? നിൻ്റെ ഒരു മുടിനാര് പോലും ദൈവം അറിയാതെ കൊഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ടൊരു ഡയലോഗ് അവിടെ ഈശോ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതാണ് എനിക്കിഷ്ടം. മത്തായി 6:32 മത്തായി 6:32. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിന് അറിയാം. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, വിജാതീയരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നവർ. നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് പിതാവിനറിയാം. നമ്മളുടെ പിതാവിനറിയാം. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇപ്പോൾ ഈശോ ഇവിടെ 2 വിഭാഗം ജനങ്ങളെ കണ്ടു. വിജാതീയരെയും കണ്ടു, മക്കളെയും കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞ, നമ്മൾ വേറെ, നമ്മളല്ലാത്തവർ വേറെ. അവർ നമ്മളിലേക്ക് എത്തിപ്പെട്ട് കഴിയുമ്പോൾ നമ്മളൊന്നായി.
അത് വളരെ ഗൗരവത്തോടെ കാണണ്ട. എന്നിട്ട് ഇവിടെ പറയാം, വിജാതീയർ ഇതിനെക്കുറിച്ചൊക്കെ ആകുലതപ്പെടണം. അതായത് അപ്പനെ തിരിച്ചറിയാത്തവരും അപ്പനില്ലാത്തവരും നാളെ എന്ത് ഭക്ഷിക്കും, എവിടെ വീട് വെക്കും, ആരെ വിവാഹം കഴിക്കും, എവിടെ ജോലി ചെയ്യും, എങ്ങനെ മക്കളെ പോറ്റും എന്നൊക്കെ ഓർത്ത് ആകുലതപ്പെടേണ്ടത് വിജാതീയരാണ്. നിങ്ങൾ മക്കളാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ അപ്പന് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ സ്വർഗസ്നായ പിതാവ് എന്ന വാക്ക് വ്യാഖ്യാനിക്കുമ്പോൾ എൻ്റെ അപ്പച്ചനോട്, അമ്മച്ചോട്, സഹോദരനോടെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഈ ഭൂമിയിലെ എല്ലാ കോണ്ടിനെൻറ്റിലും 10 ഭാഷകളിൽ പ്രസംഗിച്ച് സഞ്ചരിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും അധികം ആകുലതപ്പെടുന്ന ഒരേ ഒരു സമുദായം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്യാനികളാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് വെറും 12 ജില്ലയുള്ളിടത്ത് 100 ചില്ലറ ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ടായത്. കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ധ്യാന കേന്ദ്രങ്ങളാണ്. ലോകത്ത് എവിടെ പോയാലും ധ്യാന കേന്ദ്രങ്ങളാണ്. ഇതിൻ്റെ ബേസ് എന്താണെന്നറിയോ? നമ്മളുടെ ആകുലതയാണ്. മാത്രമല്ല, ഇന്ന് സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ തന്നെ ആകുലതകൾ ഇറക്കി വെക്കാനുള്ളൊരു സ്ഥലം എന്ന തെറ്റിദ്ധാരണ ജനങ്ങളുടെ തലയിലുണ്ട്. കാരണം നിങ്ങളൊരു സുവിശേഷ പ്രഘോഷകൻ്റെ ബോർഡ് എടുത്ത് നോക്കിയാൽ ആദ്യം എഴുതിയ രോഗശാന്തി ശുശ്രൂഷയും പിശാചിനെ ഓടിക്കലും വചനപ്രഘോഷണവും. വചനപ്രഘോഷണം 3ാമത് കിടക്കും. 1ാമത്തെ രോഗശാന്തി എന്നാണ്, 2ാമത്തത് ഭൂതം പിടുത്തം, 3ാമത്തതാണ് അവിടെ വെച്ചിട്ട് എഴുതുന്നത് വചനപ്രഘോഷണം എന്നാണ്. അത് 3ാമത്തെ കാറ്റഗറിയിലേക്ക് തള്ളപ്പെട്ട ഒരു സമുദായമാണ് നമ്മൾ. എന്നും ഇങ്ങനെ നിരന്തരം ധ്യാന കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങുന്ന ചില അമ്മമാരെ കൊണ്ട്, അപ്പന്മാരെ കൊണ്ട് പൊറുതുമുട്ടിയിട്ട് ചെറുപ്പക്കാരായ മക്കൾ അവരെയും കൂട്ടിയിട്ട് ചിലപ്പോൾ ഫിലോക്കാലിയയുടെ പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കാൻ വരുമായിരുന്നു. അവരോട് ചോദിക്കുമ്പോൾ ഈ അമ്മമാരും അപ്പന്മാരും പറയുന്ന ഡയലോഗ്, ഒന്ന് കരയാനൊരു സ്ഥലം, എൻ്റെ വിഷമമൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ, എല്ലാ ആഴ്ചയും ഞാൻ അവിടം വരെ പോകുമെന്നും പറഞ്ഞെങ്കിൽ കരയാൻ തുടങ്ങാം. പള്ളി എന്ന് പറഞ്ഞാൽ കരയണ സ്ഥലം എന്നാണ്, പള്ളി എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്ന സ്ഥലം എന്നാണ്. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചു. ഒരു പരിധിവരെ ബിസിനസ് ചെയ്യുന്നവർക്ക് കൊയ്ത്തുണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള സൗഖ്യ പരിപാടികളൊക്കെ നടത്തിയാലല്ലേ നടക്കുള്ളൂ. അതുകൊണ്ടായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അപ്പനുണ്ടെന്ന് ബോധ്യമുള്ളൊരു ക്രിസ്ത്യാനിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് എൻ്റെ 2 മക്കളുണ്ട്. അതിൽ മൂത്ത മോള് 10ാം ക്ലാസ്സിൽ നിന്ന് ടൂർ പോവാണ്. ഇത് പണ്ട് അഡ്വക്കേറ്റ് AM മാത്യു സാർ പറഞ്ഞു കേട്ടൊരു കഥ ഞാൻ കടമെടുത്തിട്ട് പറയാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ടൂർ പോകാൻ വേണ്ടിയിട്ട് പോക്കറ്റ് മണി ചോദിച്ചപ്പോൾ ഞാനൊരു 100 രൂപ എടുത്തു കൊടുത്തു. അവൾ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ 1000, 5000, 10000 ഒക്കെ ഉണ്ട്, ഇവളുടെ കയ്യിൽ 100 ഉള്ളൂ. എല്ലാവരും കളിയാക്കി. അവസാനം കളിയാക്കിയപ്പോൾ കൊച്ചവരോട് പറഞ്ഞൊരു ഡയലോഗ്, വേറൊരാളുടെ കടമെടുത്ത് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്: ഇന്ന് ടൂർ പോകുന്ന ബസ്സിൽ എൻ്റെ അപ്പൻ വരുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ 100 തീർന്നാൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ താങ്കളുടെ 5000 തീർന്നാൽ താങ്കൾ എന്ത് ചെയ്യും? അപ്പനുള്ളവൻ്റെ ബോധ്യമാണത്, അപ്പനുള്ളവൻ്റെ ബോധ്യം. എനിക്ക് എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോഴേക്കും വിജാതീയരെല്ലാം ആകുലതയിട്ട് നടന്നോട്ടെ, എനിക്ക് വേണ്ട കാര്യം എനിക്കൊരപ്പനുണ്ടെന്നുള്ള ബോധ്യത്തിലെത്തണം. അപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, കച്ചവടം നടത്തുന്നവർ നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, ഇന്ന് കാണുന്ന രോഗശാന്തി തട്ടിപ്പ് അതൊരു അന്യായ തട്ടിപ്പാണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരും, പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണം. 100 ശുശ്രൂഷകരിൽ 100 പേരും തട്ടിപ്പാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് 50% എനിക്കറിയാവുന്നിടത്തോളം തട്ടിപ്പാണ്. ഞാൻ ജീവിച്ച് 28 വർഷം വളർന്നത് കരിസ്മാറ്റിക് ഗുരുക്കന്മാരുടെ തലത്തൊട്ടപ്പന്മാരുടെ കൂടെയാണ്. ഞാൻ പോകാത്ത ധ്യാനകേന്ദ്രങ്ങൾ കുറവാണ്, ധ്യാനം കൂടാത്ത സ്ഥലങ്ങൾ കുറവാണ്, ധ്യാനിപ്പിക്കാത്ത സ്ഥലവും കുറവാണ്. ഫ്രം ദി എക്സ്പീരിയൻസ് ഇതിനകത്തൊക്കെ നല്ല 1-ാം തരം തട്ടിപ്പുകളുണ്ട്. എങ്ങനെയൊക്കെ തട്ടിപ്പെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കാണുന്ന തട്ടിപ്പുകളാണ്. 1ാമത്തെ തട്ടിപ്പ്, എന്നെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തു. എനിക്ക് ക്ലാസ് തന്നിരിക്കുന്നത് ബുധനാഴ്ചയാണ്, വ്യാഴാഴ്ചയാണ്. ഞാൻ ആ ധ്യാന കേന്ദ്രത്തിലേക്ക് എൻ്റെ ഒരു ഏജൻറ്റിനെ ഞായറാഴ്ച തന്നെ പറഞ്ഞു വിടും. അവൻ വളരെ മുഷിഞ്ഞ വസ്ത്രവും ഇതൊക്കെ ആയിട്ടായിരിക്കും. ഒരാളല്ല, ചിലപ്പോൾ 2-3 പേര് കാണും. ഇവർ ആ ധ്യാന ഹാളിൽ ഇരിക്കുന്ന ഓരോരുത്തരടുത്തും പോയിട്ട് സംസാരിക്കും. അവരുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്, മരിച്ചുപോയ ആൻറ്റിയുടെ പേര്, അവരുടെ വീടിൻ്റെ മുറ്റത്ത് എത്ര തെങ്ങുണ്ട് എന്ന് വരെ ചോദിച്ച് എല്ലാ ഡീറ്റെയിലും എടുത്തു വെക്കും. ഇവരിയ്ക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് ഞാൻ എന്നാണോ പ്രസംഗിക്കാൻ ചെല്ലുന്നത് അന്നൊന്നെങ്കിൽ എൻ്റെ സ്മാർട്ട് വാച്ചിൽ അല്ലെങ്കിൽ എൻ്റെ സ്മാർട്ട് ഫോണിൽ അന്ന് ആ കുടുംബക്കാർ ഇട്ട വസ്ത്രത്തിൻ്റെ കളറും ഇരിക്കുന്ന പില്ലറിൻ്റെ സൈഡും എത്രാമത്തെ റോയിലാണെന്നുള്ളതും ഫോട്ടോ സഹിതം എൻ്റെ കയ്യിൽ വരും. എന്നിട്ട് ഞാൻ സ്റ്റേജിൽ കയറി കുറച്ചു നേരം അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് ഷീരി രാ ബാറ ഹല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് 4ാമത്തെ റോയിലെ ആ പില്ലറിൻ്റെ 5ാമത്തെ പില്ലറിൻ്റെ അടുത്തിരിക്കുന്ന റെഡ് ചുരിദാറിട്ട അമ്മച്ചിയെ ദൈവം വിളിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് സംഗതി മാറി അവിടെ. കാരണം എന്താണെന്നറിയോ? ഞെട്ടുമ്മച്ചി. എന്നിട്ട് പറയണം അമ്മച്ചിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് ഇന്നതല്ലേ, അമ്മച്ചിയുടെ ഇന്ന മോൻ ഇന്ന സമയത്തല്ലേ മരിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവിടെ വിറച്ച് തീരുമല്ല പരിപാടി. എത്ര എളുപ്പമായിരിക്കും. ആളൊരു കള്ളത്തരം ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞേട്ടാ ഞാൻ ആ ചെയ്തത് കള്ളത്തരാണ്, സമ്മതിച്ചു. പക്ഷേ അത് കണ്ട് വിശ്വാസം വർദ്ധിച്ചിട്ട് ഒറിജിനലി എത്ര പേർക്ക് സൗഖ്യം കിട്ടിയെന്ന കക്ഷിയുടെ ചോദ്യം. ഞാൻ ഒന്നും വേണ്ടിയില്ല. മറ്റൊരു സ്ഥലത്ത് എനിക്കറിയാവുന്നത് നടുവിലൊരു ബെൽറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരുത്തന്നെ ക്രൗഡ് കൊണ്ട് ഇരുത്തി. അത് ഞാൻ അറിഞ്ഞില്ല. അവസാനം തമാശക്ക് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതാണ് സംഭവം.
എന്നിട്ട് ഇവൻ ഈ സ്റ്റേജിൽ കയറി കുറേ ഹാലലിയ ബാല സൗറ സൗറ എന്നൊക്കെ പറഞ്ഞ് ഒച്ചമ്പാടും ബേളം വെച്ചിട്ട് ഈ ധ്യാന ഗുരു ഉടനെ പറഞ്ഞ് ഇതേ ആ ആളുടെ നടുവിൻ്റെ ദൈവം സൗഖ്യം കൊടുത്തു ബെൽറ്റ് മാറ്റാൻ പറഞ്ഞ് ഇയാൾ ഈ ബെൽറ്റ് എടുത്ത് ഒരൊറ്റ കയറി. ഇത് കണ്ടുകൊണ്ടിരുന്നു, ഇത് ഫേക്കാണ്, പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്ന അവിടെയുള്ള 10,000-കണക്കിന് ആളുകൾക്ക് തുരുതുരാന്ന് സൗഖ്യം. കാരണം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇയാൾക്ക് എന്തോ പവർ ഉണ്ടെന്ന് തോന്നി, ഇവിടെ എന്തോ ശക്തി ഉണ്ടെന്ന് തോന്നി, സൗഖ്യം നടന്നു. അപ്പം നന്മ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്, പക്ഷെ അതിന് ഉപയോഗിച്ച മാർഗം പക്ക ഫ്രോഡ് മാർഗമാണ്, 1 നമ്പർ ഫ്രോഡ്. ഇതെനി പറയാൻ പോയാൽ ഒരുപാടുണ്ട്. ഒരു പരിധി വിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഉപദ്രവിക്കും. ഞാൻ ഈ രൂപങ്ങളിൽ നിന്ന് തേനൊഴുകുക, പാലൊഴുകുക, ചോര ഒഴുകുക, ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതിലൊക്കെ സത്യം ഉള്ളതും ഉണ്ടാകാം, ഇല്ലാത്തതുണ്ടാകാം, എനിക്കറിയാത്ത കാര്യം ഞാൻ വിധിക്കുന്നില്ല. പക്ഷേ എന്നെ വേദനിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. 2 സ്ത്രീകൾ ബാംഗ്ലൂരിൽ നിന്ന് അന്യായമായ ധ്യാന ടീമുകളായി ധ്യാനം ദൈവം പഠിച്ചോന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ വന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് താമസിച്ചപ്പം അവരൊരു വിശുദ്ധരാന്ന് എനിക്ക് തോന്നി. ഒരിക്കൽ അവർക്ക് അത്യാവശ്യം ബാംഗ്ലൂർ പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞു കഴിഞ്ഞപ്പം അന്ന് നമ്മുടെ ബത്തേരിയിലുണ്ടായിരുന്ന ദിവന്യാസിസ് പിതാവ്, അദ്ദേഹം മരിച്ചു പോയിട്ട് കാലം ചെയ്തു പോയി. പിതാവിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട്, പിതാവ് അന്നിവിടെ ഉണ്ടായിരുന്നു ചാലക്കുടി, പിതാവ് ഇങ്ങനെ ഒരു കേസുണ്ട്, പിതാവ് കുറച്ച് കാശ് വരുമെന്ന് ചോദിച്ചു, കാശൊക്കെ മേടിച്ചിട്ട് ഇവർക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരിക്കൽ ഞാൻ ഇവരെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ ചെന്നു. ഇവർ വിശുദ്ധരാണെന്നാണ് എൻ്റെ വിശ്വാസം. ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര ആൾക്കൂട്ടം ബഹളമൊക്കെ ഉണ്ട്. കന്നഡക്കാർ നോക്കുമ്പോൾ അവരുടെ മാതാവിൻ്റെ വീട്ടിൽ വെച്ച മാതാവിൻ്റെ കണ്ണിൽ നിന്നും ദേഹത്തു നിന്നൊക്കെ ചെറുതായിട്ട് പാല് പൊടിയുന്നുണ്ട്. അത് ശേഖരിക്കുന്നു, കുടിക്കുന്നു, ഭയങ്കര ബഹളമാണ്. ഞാൻ ഇച്ചിരി ഇങ്ങനെ കുരുട്ടായിട്ട് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് എനിക്കിത് അറിയണമെന്നൊരു കൺഫ്യൂഷനായി. ഞാൻ എൻ്റെ 1-2 കൂട്ടുകാരോട് ഈ മാതാവിന് വെച്ച സ്റ്റാച്ചു ഉള്ള റൂമിൽ കയറാനും അതിൻ്റെ പുറകെ തട്ടാനും മുട്ടാനും ഒക്കെ പോയി അവസാനം ഇവർ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം ഈ സ്റ്റാച്ചുയുടെ അടിയിൽ നിന്ന് ഒരു ചെറിയ പൈപ്പും അതിനൊരു മോട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ചുമരിൻ്റെ അകത്ത് പാലിൽ പാത്രമൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആളുകളൊക്കെ കൂടുന്ന സമയത്ത് ഇച്ചിരി നേരം മോട്ടർ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. പിടിക്കപ്പെട്ടു, തറയാക്കി കളഞ്ഞ കന്നഡക്കാരല്ലേ, അവരുടെ അഡ്രസ്സേ ഇല്ലാണ്ടാക്കി. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ കേസുകൾ. നമ്മൾ ഏത് വിശ്വസിക്കും, ഏത് വിശ്വസിക്കില്ല. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് തോന്നും, അയ്യോ ഇവൻ ഇങ്ങനെ സുവിശേഷം നിർത്തിയെന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ കയറി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ക്രിസ്ത്യാനിയൊക്കെ നാണക്കേടാണല്ലോ, സങ്കടമാണല്ലോ എന്നൊക്കെ ചിലർക്ക് ഇപ്പോൾ തോന്നാം ഇത് കേൾക്കുമ്പോൾ. തോന്നിയിട്ടൊന്നും കാര്യമില്ല. അപ്പം ചമ്മച്ച് സത്യം പറയണമെന്ന് പരിശുദ്ധാത്മാവ് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഞാൻ സത്യം പറയാൻ ഇതൊക്കെ നിർത്തേണ്ട സമയമായി. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒരു കൊന്തക്ക് മണം കിട്ടി, അല്ലെങ്കിൽ ഒരു രൂപത്തിന് മണം കിട്ടി, അല്ലെങ്കിൽ എന്താ പറയുക തേനൊഴുകി പാലൊഴുകി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിച്ചോട്ടെ, ഒരു സ്ഥലത്ത് തേൻ ഒഴുകിയെന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാനൊന്ന് തീരുമാനിച്ച പ്രശ്നം തീരാവുന്നല്ലേ ഉള്ളൂ. ഈ തേനിൻ്റെ ഉത്ഭവം എവിടെ നിന്നാന്ന് കണ്ടെത്താമല്ലോ. അതൊന്നും ചെയ്യാതെ ചുമ്മാ ജനങ്ങൾ ഇങ്ങനെ പറ്റിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊന്നും അധികം നാൾ നീണ്ടുപോകില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതെല്ലാം കയറി വന്ന് പിടിക്കപ്പെടും. അവിടെ ചോര, ഇവിടെ ചോര. ഞാൻ ചോദിച്ചു, ഇതൊക്കെ കണ്ടിട്ട് എത്ര പേർക്ക് എന്ത് മാനസാന്തരം, എന്ത് ഗുണം? ഇനി ഇത് പറഞ്ഞതുകൊണ്ട് ഇതുവരെ ഉണ്ടായതെല്ലാം തെറ്റാണെന്നും ആരും പറഞ്ഞിട്ടില്ല. ശരിയായതും ജെന്യൂനായതും ഞാൻ നേരിട്ട് കണ്ടതുണ്ട്. ഐ റിപ്പീറ്റ്, ഞാൻ തന്നെ കണ്ടതുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനകത്തും കള്ളനാണയങ്ങൾ ഒരുപാടുണ്ട് എന്നത് ജനങ്ങൾ മറക്കരുത്. എന്തുകൊണ്ടാണ് ഈ കള്ളനാണയങ്ങളുടെ പുറത്ത് നമ്മൾ പോകേണ്ടി വരുന്നത്? പിതാവുണ്ടെന്നുള്ള ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ കൂടെ പിതാവുണ്ട് എന്ന ബോധ്യം. സ്വർഗസ്ഥനായ ഞങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് എവിടെ എത്തിയെന്നറിയോ? ദൈവത്തിൻ്റെ ഏകപുത്രൻ യേശുവിനെ സ്വീകരിച്ചു. അതോടെ യേശുവിൻ്റെ രക്തശരീരത്തിൽ ഞാൻ ഭാഗമായി, ഞാനും ദൈവത്തിൻ്റെ മോനായി. യേശുവിനുള്ള അതേ സ്വാതന്ത്ര്യം പിതാവിൻ്റെ മുമ്പിൽ എടുത്തിട്ട് ഞാൻ പറയാണ്, എൻ്റെ പിതാവേന്ന്. ആ ഒറ്റ വാക്കിൽ നമ്മളുടെ സകല ആകുലതയും പോണം. കാരണം അവിടെ പറഞ്ഞിരിക്കുകയാണ്, വിജാതീയരാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങളുടെ അപ്പന് നന്നായി അറിയാം. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഈ സ്വർഗസ്ഥനായ പിതാവ് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പ്രാർത്ഥിച്ചാൽ പിന്നീട് നിങ്ങൾ ഒരിക്കലും ആകുലതപ്പെടേണ്ട കാര്യമില്ല. അപ്പനുണ്ടെന്ന ബോധ്യം നിങ്ങൾക്ക് നിരന്തരം ഉണ്ടാവും. ആരെന്ത് പറഞ്ഞാലും അപ്പനുണ്ട്. ആ ഒരു ധൈര്യമാണ് മാരിയെ കൊണ്ട് ഇപ്പോൾ ഇത്രയും സംസാരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ തിരുത്തുന്നു, എല്ലാ സുവിശേഷകരും ഇങ്ങനെ തട്ടിപ്പാന്നല്ല പറഞ്ഞത്. കൂട്ടത്തിൽ ഇത് നന്നായിട്ട് നടക്കുന്നുണ്ട്. അത് അനിഷേധ്യമായ കാര്യമാണ്, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്താ മാരി ഉദ്ദേശിച്ചത്? ഒറ്റൊന്നേ ഉദ്ദേശിക്കുള്ളൂ, നിങ്ങളാരും അത്ഭുതം ചെയ്യുന്നവരുടെ പുറകെ ഓടണ്ട. ഐ റിപ്പീറ്റ്, അത്ഭുത പ്രവർത്തകരെന്ന് തോന്നുന്നത് അത് പുരോഹിതന്മാരാണെങ്കിലും അത് ആത്മായരാണെങ്കിലും അവരുടെ പുറകെ ഓടുന്ന പരിപാടി നിർത്തുന്നതാണ് നല്ലത്. മറിച്ച് അപ്പനെ തേടി, അപ്പനെ കണ്ടെത്താൻ, അപ്പനെ അനുഭവിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കേ. ഡാനിയൽ പൂർണ്ണത്തിലച്ചൻ പറയുന്നത് പോലെ വചനത്തിലേക്കൊന്ന് തിരിച്ചു വാ. വചനം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം കിട്ടുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തത് ആകുലത വേണ്ട എന്നതാണ്. രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്, അത് യാക്കോബ് 4:3 യാക്കോബ് 4:3. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളത് ചോദിച്ചത് കൊണ്ടാണ്. ദേ നോക്കിയേ,
ചോദിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി കിട്ടിയില്ല, മറ്റൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി കിട്ടിയില്ല, പിന്നെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി കിട്ടിയില്ല, പിന്നെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയില്ല, പിന്നെ കുറേ നൊവേന നടത്തി കിട്ടിയില്ല, പിന്നെ കുറേ ഉടമ്പടി എടുത്ത് കിട്ടിയില്ല. നിങ്ങൾ പലതും ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ കിട്ടാത്ത ധ്യാന കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയോ ദൈവമേ ശരിയല്ലെന്ന് പറയുകയോ എൻ്റെ സമയമായില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്നതിന് പകരം ഞാൻ ഈ ചോദിക്കുന്ന സംഗതി എനിക്ക് കൊള്ളൂലാന്ന് അപ്പൻ അറിയുന്നത് കൊണ്ട് അപ്പൻ അത് തന്നില്ല എന്നോർത്ത് നന്ദി പറയാൻ പഠിക്കണം. ദേ അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി എന്നെ കേൾക്കില്ലേ? ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനെ ഓർത്ത് ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? ഈ സെക്കൻഡ്, ഞാൻ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഇന്ന കാര്യത്തിന് നന്ദി, കാരണം അത് എനിക്ക് നല്ലതല്ലെന്ന് അപ്പച്ചന് നന്നായി അറിയാവുന്നതുകൊണ്ടല്ലേ എനിക്ക് തരാത്തത്, താങ്ക് യു എന്ന് പറയാൻ പറ്റണം. മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. ഒന്ന്, ദൈവം എൻ്റെ പിതാവായതുകൊണ്ട് മക്കൾക്ക് നല്ലതെന്ന് അറിയാവുന്നത് പിതാവിന് മാത്രമാണ്. ഒരപ്പനാണ് കുട്ടികൾക്ക് എന്താണ് നല്ലതെന്ന് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദൈവം പിതാവായതുകൊണ്ട് ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലത് എന്താണെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, അപ്പനാ തീരുമാനിക്കുന്നത്. രണ്ട്, ഞാൻ ഒന്നിനെക്കുറിച്ചും ആകുലതപ്പെടേണ്ട കാര്യമില്ല. കൃത്യസമയത്ത് എനിക്ക് വേണ്ടതെല്ലാം അപ്പൻ ചെയ്തോളും. അപ്പൻ അറിയാമെന്ന് മാത്രമല്ല, അപ്പൻ അത് ചെയ്തോളും. മൂന്ന്, ചിലപ്പോഴൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അപ്പനോട് പോയി ചോദിച്ചാലും അപ്പൻ തരില്ല, കാരണം ഞാൻ നല്ലതാണെന്ന് വിചാരിക്കുമ്പോഴും അത് നല്ലതല്ലെന്ന് അപ്പൻ അറിയാം. അങ്ങനെ 3 കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് കേട്ടോ. 4, ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: അങ്ങയുടെ രാജ്യം വരണമേ, ഖേതേ മൽഖൂതോ, അങ്ങയുടെ രാജ്യം വരണമേ. എന്താണ് അങ്ങയുടെ രാജ്യം? ഞാൻ ദൈവത്തെ നോക്കിയിട്ട് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈശോ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെതല്ലാത്ത വേറെ ഏതോ ഒരു രാജ്യം എന്നിൽ നടത്താൻ വേണ്ടി ആരോ ശ്രമിക്കുന്നു എന്നൊരർത്ഥം അതിനില്ലേ? എന്നോട് ഈശോ വന്നിട്ട് പറയാണ്, കൈ ഉയർത്തിയിട്ട് അപ്പനോട് പറയണം, അപ്പ അങ്ങയുടെ രാജ്യം വരണേ, അങ്ങയുടെ ഇഷ്ടം നടക്കണേ, അങ്ങയുടെ ഇഷ്ടം നടക്കണേ. അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്, അങ്ങയുടെ ഇഷ്ടം നടക്കണേ. അപ്പോൾ വേറെ ആർക്കോ എന്നിലെന്തോ ഇഷ്ടമുണ്ട്, അത് നടക്കരുത് എന്നും കൂടിയല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം എൻ്റെ ജീവിതത്തിൽ ആർക്കാണ് ഇഷ്ടമുള്ളത്? വളരെ സിമ്പിൾ, ശാത്താനാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശാത്താന് ചില ഇഷ്ടങ്ങളുണ്ട്. നമ്മൾ ജനിച്ച നിമിഷം മുതൽ ശാത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകാൻ അവൻ ഒരുപാട് കിടന്ന് ശ്രമിക്കുന്നു. അപ്പോൾ ശാത്താൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈശോ പറഞ്ഞത് എപ്പോഴും അപ്പായെ നോക്കിയിട്ട് അപ്പ അങ്ങയുടെ ഇഷ്ടം നടക്കണേ, അപ്പ അങ്ങയുടെ ഇഷ്ടം നടക്കണേ എന്ന് പറയണം. അങ്ങനെ നോക്കാവുള്ളൂ എന്ന്. പക്ഷേ മനുഷ്യരായ നമുക്കൊരു കുഴപ്പമുണ്ട്. നമുക്ക് അപ്പൻ്റെ ഇഷ്ടത്തെക്കാൾ ഇഷ്ടം പലപ്പോഴും ശാത്താൻ്റെ ഇഷ്ടമാണ്. തമ്മിലുള്ള വ്യത്യാസം, അപ്പൻ്റെ ഇഷ്ടം ബോറിംഗ് ആണെന്ന് തോന്നും, ശാത്താൻ്റെ ഇഷ്ടം ടേസ്റ്റ് ആണെന്ന് തോന്നും. സിമ്പിൾ ഉദാഹരണത്തിന്, രാവിലെ ബെഡ്ഷീറ്റിനകത്ത് ഈ തണുപ്പത്ത് ഡിസംബറിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പം എനിക്ക് കിടന്നുറങ്ങണം എന്ന ചിന്തയുണ്ട്. അത് ശാത്താൻ തരുന്ന ഒരു 8 മണി വരെ 9 മണി വരെ ഉറങ്ങിക്കോ, വേറെ പണിയൊന്നുമില്ലല്ലോ, നല്ല സുഖമല്ലേ എന്ന്. എന്നാൽ ദൈവാത്മാവിൻ്റെ അടുത്ത് പറയുമ്പോൾ എഴുന്നേറ്റ് കുർബാനക്ക് പോകാം, 6 മണിക്കാണ് കുർബാന, നല്ല തണുപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല, എഴുന്നേറ്റ് പോകുന്നു പറയും. അപ്പോൾ 2 സ്വരം എൻ്റെ ഉള്ളിലുണ്ട്. 6 മണിക്ക് കുർബാനക്ക് പോയെന്ന സ്വരമുണ്ട്, 8 മണി വരെ ഉറങ്ങിക്കോ എന്നുള്ള സ്വരമുണ്ട്. ഏത് കേൾക്കാനാണ് സുഖം? ഒന്ന് ദൈവത്തിൻ്റെതും ഒന്ന് ശൈത്താൻ്റെയാണെന്നും അറിയാം, പക്ഷെ നമുക്ക് ഇഷ്ടം ഏതാണെന്ന് നിങ്ങൾ പറയാം. എപ്പോഴും നെഗറ്റീവ് കേൾക്കാനാണ് ഇഷ്ടം, എന്തിലും ഏതിലും. അങ്ങനെയാണ് നമ്മൾ മദ്യത്തിലായാലും കഞ്ചാവിലായാലും അല്ലെങ്കിൽ പുകവലിയിലായാലും വ്യഭിചാരത്തിലായാലും സ്വയംഭോഗമോ സ്വർഗ്ഗഭോഗമോ ഇനി നുണയോ മോഷണമോ എന്തിലും കടന്നു പോകുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് 2 ഇഷ്ടം നമ്മുടെ മുമ്പിലുണ്ട്. നന്മ ചിന്തിക്കാൻ, പറയാൻ, ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരിഷ്ടം, തിന്മ ചിന്തിക്കാൻ, പറയാൻ, ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി. ഇത് രണ്ടും ഉണ്ട്. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഈശോ പറഞ്ഞത് അങ്ങയുടെ ഇഷ്ടം നടക്കണേ, അപ്പൻ്റെ മാത്രം നടക്കണം, മറ്റേത് നടക്കരുത് എന്ന്. പക്ഷെ അറിയാതെ നമ്മൾ മറ്റേത് നടത്തിപ്പോകുന്നു, ഞാനും നിങ്ങളും എല്ലാവരും. ഇപ്പോൾ ഈ കമൻ്റ് എഴുതിയവരെ തന്നെ കുറേ വായിച്ചു നോക്കി, എന്തെല്ലാം ഒരു ഡിക്ഷണറിയിലില്ലാത്ത വാക്കുകൾ. നല്ല 1-ാം തരം അച്ചായന്മാർ, ചിലതൊക്കെ ഫേക്ക് പ്രൊഫൈലാണ്, ഒറിജിനൽ പ്രൊഫൈലിലുള്ള 1-ാം തരം അച്ചായന്മാർ സക്രാരിയിൽ നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് കായും മായും ചേർത്തിട്ട് തെറി എഴുതുന്ന അവസ്ഥയാണ്. എങ്ങനെ ഇരിക്കും? അപ്പം നമ്മളറിയാതെ എന്തോ ഒരു വൈരാഗ്യത്തിൻ്റെ ആത്മാവൊക്കെ നമ്മളിൽ കയറി, പല മതക്കാരോട് വൈരാഗ്യം, പല ജാതിക്കാരോട് വൈരാഗ്യം, പല സുവിശേഷകരോട് വൈരാഗ്യം. വൈരാഗ്യത്തിൻ്റെ ആത്മാവ് വലിയ അപകടമാണ്. ഞാനത് ഈ പ്രാർത്ഥനയിൽ തന്നെ പഠിപ്പിച്ചു പോകുന്ന കാര്യമാണ്, അറിയാതെ ടച്ച് ചെയ്തതേ ഉള്ളൂ. പിന്നെ നമുക്കതിനെക്കുറിച്ച് ധ്യാനിക്കാം ഡീറ്റെയിൽ ആയിട്ട്. എന്തോ ആവട്ടെ, ഇനി നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ചെകുത്താൻ പറഞ്ഞത് കേട്ടു പോയാൽ അതിനൊരു സുഖമുണ്ട്. അത് വ്യത്യസ്തമായ കള്ള്, വ്യത്യസ്തമായ പെണ്ണ്, വ്യത്യസ്തമായ നുണ, വ്യത്യസ്തമായ ചതി, വ്യത്യസ്തമായ വഞ്ചന എല്ലാം ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഒരു സുഖമുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് എയ്ഡ്സ്, ക്യാൻസർ, കുഷ്ഠം, ആക്സിഡൻറ്റ്, കടബാധ്യത, കുടുംബത്തകർച്ച, മാനസിക രോഗം, ആത്മഹത്യ ചിന്ത, എല്ലാം ഒന്നൊന്നായിട്ട് തകരാൻ തുടങ്ങും. സത്യമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയോ. നമ്മൾ എന്ത് പാപം ചെയ്താൽ അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. കർമ്മഫലം എന്ന് ഹൈന്ദവർ വിളിക്കുന്ന ആ ഒന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്. എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ. നമ്മൾ എന്ത് തിന്മ ചിന്തിച്ചാലും അത് തിരിച്ചടിക്കും, എന്ത് നന്മ ചിന്തിച്ചാലും അതും തിരിച്ചു കിട്ടും. എന്ത് തിന്മ പറഞ്ഞാലും അത് തിരിച്ചു കിട്ടും, എന്ത് നന്മ പറഞ്ഞാലും അത് തിരിച്ചു കിട്ടും. അതിൽ കൂടുതലോ കിട്ടുന്നേ ഉള്ളൂ, കുറച്ചും കൂടെ പലിശ സഹിതം കുറച്ച് നല്ലത് കൂടുതൽ തിരിച്ചു കിട്ടും. തിന്മയും ചിലപ്പോൾ അതുപോലെ കിട്ടിയെന്ന് വരും.
അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ ശാത്താനും ശാത്താൻ്റെ ആളുകളും പറഞ്ഞ് കേട്ടിട്ട് ഇച്ചിരി കഷ്ടപ്പാടിലും ദുരിതത്തിലും ഒക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. ദൈവം അപ്പനാണെന്ന് പറഞ്ഞു, നമുക്ക് നല്ലത് എന്താണെന്ന് അപ്പൻ അറിയാമെന്ന് പറഞ്ഞു, അപ്പൻ നല്ലത് മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞു, തിന്മയായതിന് പ്രാർത്ഥിച്ചാലും തരൂല്ലെന്ന് പറഞ്ഞു. പക്ഷെ ചോദ്യം ഇതാണ്, ചെകുത്താനുണ്ടല്ലോ, അവൻ തിന്മ തന്നാൽ എന്ത് ചെയ്യും? ഹലോ, ചെകുത്താനുണ്ടല്ലോ, അവൻ നമുക്ക് തിന്മ ചെയ്താൽ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്ത് ചെയ്യും എന്നുള്ളത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 311, 314, 324. ഹലോ അപ്പച്ചോ, CCC കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 311. Faith gives us a certainty that God would not permit evil if he did not cause a good to come from that very evil. This was realized in a wondrous way by God in the death and resurrection of Christ. In fact, from the greatest of all moral evil, the murder of his son, he has brought forth the greatest of all goods, the glorification of Christ and our redemption. എന്ത് നല്ല വാക്യമാണെന്നറിയാമോ? ജീവിതത്തിൽ മറക്കാതെ പച്ച കൊത്തിയിടണം. മാരിയുടെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ അത് ശരിക്കും പച്ച കൊത്തിയിട്ട് ഒരു പാരഗ്രാഫാണ് CCC 311. മലയാളത്തിൽ പറയാവേ. തിന്മയായത് നമ്മളിൽ സംഭവിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മയിൽ നിന്നും വലിയ നന്മ അവൻ കൊണ്ടുവരും എന്നതാണ് വിശ്വാസം. അതിനൊരു ഉദാഹരണം പറഞ്ഞു കർത്താവ്. ഒരു തെറ്റും ചെയ്യാത്ത ഏറ്റവും നിഷ്കളങ്കനായ 33 വയസ്സുള്ള ഒരു യുവാവിനെ 2 കള്ളന്മാരുടെ നടുവിൽ കൊടും ക്രൂരനും കള്ളനുമാക്കി ചിത്രീകരിച്ച് കാർക്കിച്ച് തുപ്പി തലയിൽ മുൾമുടി വെച്ച് അടിച്ച് ചതച്ച് ക്രൂശിച്ചപ്പോൾ ലോകത്ത് കാണാവുന്ന ഏറ്റവും വലിയ തിന്മയാണ് കണ്ടത്. ഒരു നിഷ്കളങ്കനോട് ചെയ്ത ക്രൂരത. പക്ഷേ ആ ക്രൂരതയിൽ നിന്നും 2 കാര്യങ്ങൾ പിതാവ് പുറത്തെടുത്തു. ഒന്ന്, മാനവന് രക്ഷ. ആ കുരിശുമരണമാണ് മനുഷ്യന് രക്ഷയായി മാറിയത്. 2, സ്വപുത്രന്റെ മഹത്വം. സകല മുട്ടും ആ പുത്രൻ യേശുമിശിഹായുടെ മുമ്പിൽ മടങ്ങി എന്നുള്ളതാണ്. ആ നാമം ലോകത്ത് ഏറ്റവും പവർഫുൾ നാമമായി മാറി എന്നതാണ്. അപ്പൊ ലോകത്ത് നടന്ന ഏറ്റവും വലിയ തിന്മയിൽ നിന്നാണ് മാനവന് രക്ഷയും സ്വപുത്രന് മഹത്വവും പിതാവ് കൊണ്ടുവന്നത്. എന്നിട്ട് പറയാണ്, ഇതുപോലെയാണ് നമ്മളുടെ അവസ്ഥ. എന്തവസ്ഥ? കേൾക്കണം. ദൈവത്തിന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെതിരെ ശാത്താനും ശാത്താന്റെ പടയാളികളും സകല ആയുധവും ഉപയോഗിച്ചപ്പോൾ ആ പുത്രന്റെ അപ്പനായ ദൈവം, അതായത് പിതാവായ ദൈവം, ആ ഉപദ്രവത്തെ മാനവന്റെ രക്ഷയ്ക്കും മകന്റെ മഹത്വത്തിനുമാക്കി മാറ്റി. ഇന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന് വിളിക്കുമ്പോൾ ഈ ഞങ്ങളിൽ ഒരാളായ ഞാൻ, യേശു കർത്താവിനെ സ്വീകരിച്ച് ദൈവത്തിന്റെ ദത്ത് മോനായ ഞാനും ഇന്ന് കർത്താവിന്റെ മകനാണ്, ദൈവത്തിന്റെ മോനാണ്. എനിക്കെതിരെ ശാത്താൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എന്തുപദ്രവം ചെയ്താലും അത് ആരതൊക്കെയോ നന്മക്കാക്കിയിട്ടും എൻ്റെ മഹത്വത്തിനാക്കി മാറ്റിയിട്ടും ദൈവം മാറ്റും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. നമ്മളെ ചെകുത്താൻ വന്ന് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചാൽ നമുക്കെന്തോ ഒരു മഹത്വം നൽകാൻ ദൈവം ഒരു അവസരം ഒരുക്കിയതാണ്. ഐ റിപ്പീറ്റ്, നമ്മളെ ചെകുത്താൻ നേരിട്ട് വരില്ല. മറ്റു മനുഷ്യരെ ഉപയോഗിച്ച് നമ്മളെ ചെകുത്താൻ ഉപദ്രവിച്ചാൽ നമുക്കെന്തോ ഒരു മഹത്വം വരാനിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ചെകുത്താനെ പേടിക്കേണ്ടെന്ന് സാരം. മാരിയോ ഇത്ര നേരം പറഞ്ഞത് ഭൂതം 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 പ്രേതം 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 ബന്ധനം ബന്ധനം ആവശ്യമില്ല. ഐ റിപ്പീറ്റ്, ആവശ്യമില്ല. എൻ്റെ പൊന്നപ്പച്ച, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അടിമയാക്കി വെക്കുന്നുണ്ടെങ്കിൽ ആ അടിമച്ചങ്ങനെ പൊട്ടിച്ച് കളയണം. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് യേശു കർത്താവിലാണ്. ഈശോയുടെ പ്രത്യേകത എന്താണ്? നിന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. പാമ്പിൻ്റെയും തേളിൻ്റെയും ഒക്കെ മേളിൽ ചവിട്ടി മെതിക്കാനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ ക്രിസ്ത്യാനികളോടും ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ഭൂതത്തെ പേടിക്കരുത്. ഈ ഭൂതം പിടിക്കുന്ന സെൻറ്ററുകളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കുന്ന സെൻറ്ററുകളാണ്. നിങ്ങളുടെ കയ്യിലുള്ള പോക്കറ്റിലുള്ളത് പിഴുങ്ങുന്ന സെൻറ്റർ എന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാനെന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ നടക്കുന്ന വഴിക്ക് ഒരു പട്ടി നിങ്ങളൊക്കെ നോക്കി എന്ന് മരളി നിങ്ങൾ പേടിച്ചോടിയാൽ പട്ടി പുറകെ ഓടി കടിക്കും. എന്നാൽ നിങ്ങൾ കുനിഞ്ഞ് കല്ലെടുത്താൽ പട്ടി ഓടി രക്ഷപ്പെട്ട് കളയും. ഇത്രേ ഉള്ളൂ കാര്യം. ചെകുത്താൻ നിങ്ങളിങ്ങനെ പേടിച്ച് പോയാൽ ചെകുത്താൻ നിങ്ങളെ പിടിച്ചിരിക്കും, ഉറപ്പാണ്. എന്നാൽ എനിക്കൊരപ്പനുണ്ട്, കർത്താവിൽ വിശ്വസിക്കുന്ന എനിക്ക് അപ്പനുണ്ട്, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അപ്പനാണെന്നുള്ള ബോധ്യമുള്ളവൻ്റെ അടുത്ത് ഒരു ചെകുത്താനും എടുക്കില്ല. ഒരു ചെകുത്താനും എടുക്കില്ല. ഇനി എങ്ങാനും ദൈവം അനുവദിച്ച് ചെകുത്താൻ അടുത്തെന്ന് വിചാരിക്കും, അതൊരു നന്മ തരാൻ വേണ്ടിയാണെന്നാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ചെകുത്താൻ വരൂല എന്നല്ല, എങ്ങാനും വന്നാൽ പേടിക്കേണ്ടെന്ന്, അതിൽ നിന്നൊരു നന്മ കൊണ്ടുതരാൻ കഴിവുള്ളവനാണ് പിതാവ്.
ഇത് ഇത്രയും ധൈര്യമായിട്ട് മാരിയോയ്ക്ക് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു വചനം കൂടെ അതുമായി കോട്ട് ചെയ്തിട്ട് പറയാം. അത് റോമ 8:28 റോമ 8:28 നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ആളാണ്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളി കിട്ടിയവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ചുള്ള വിളി എഫേസോസ് 1:5 ഞാൻ കഴിഞ്ഞ ദിവസം വ്യാഖ്യാനിച്ചായിരുന്നു. എന്ത്? അവിടുത്തെ ഹിതവും തീരുമാനവും അനുസരിച്ച് മുൻകൂട്ടി നമ്മളെ ദത്തുമക്കളാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള വിളി, ദൈവത്തിൻ്റെ ദത്ത് മകനും മകളും ആകാനുള്ള വിളി എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ അറിയാനുള്ള വിളി. അപ്പോൾ രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞ്, യേശു കർത്താവിനെ അറിഞ്ഞ ഒരാളും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളുമാണ് നിങ്ങളെങ്കിൽ അവിടുന്ന് സകലതും നന്മക്കായി പരിണമിപ്പിക്കും. അവിടുന്ന് സകലതും, ഇപ്പോൾ അനുഭവിക്കുന്ന ക്യാൻസറും അതിൽപ്പെടും, കുഷ്ഠവും അതിൽപ്പെടും, ആക്സിഡന്റ് അതിൽപ്പെടും, കടബാധ്യത അതിൽപ്പെടും, മാനസിക രോഗം അതിൽപ്പെടും, കുടുംബത്തകർച്ച അതിൽപ്പെടും. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന സകലതും നിങ്ങൾക്ക് നന്മക്കായി മാറും. കണ്ടീഷൻ അപ്ലൈ: ഒന്ന്, നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചിരിക്കണം. രണ്ട്, യേശുവിനെ അറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ദത്ത് മകനും മകളുമായിരിക്കണം. മാരിയോ അങ്ങനെ ആയതുകൊണ്ടുണ്ടായ ചില ഗുണങ്ങൾ ഞാൻ നിങ്ങളോട് സാന്ദർഭോചിതമായി പറയാം. ഇതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ഇടയിൽ പറയണമെന്ന് ഇപ്പോൾ തോന്നുന്നു, ഞാനത് പറയുന്നു. എൻ്റെ ഒരു അനുഭവം, ഞാൻ ധ്യാന കേന്ദ്രത്തിലെത്തുന്നത് 96, 97 അവസാനമൊക്കെ ആയപ്പോഴാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, പ്രസംഗിച്ച് തുടങ്ങുന്നത്. അന്ന് 19 വയസ്സുള്ള ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോഴേക്കും അന്നിവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രാസംഗികർക്ക് എന്നോട് അസൂയ തുടങ്ങി. അന്ന് തുടങ്ങിയതാണ് സഹശുശ്രൂഷകർക്ക് എന്നോടുള്ള അസൂയ. ഇന്ന് ഈ നിമിഷം വരെയും ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചില അനുഭവങ്ങൾ പറയാം. ഒന്ന്, ഒരു 2010-11 ആയപ്പോഴേക്കും ഞാൻ വിദേശ യാത്രകൾ തുടങ്ങിയായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ യൂറോപ്പ് രാജ്യങ്ങളിലെല്ലാം പോയി. അത് കഴിഞ്ഞ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയി. ബ്രസീലിലും അതുപോലെ തന്നെ അർജൻറ്റീന, ചിലി, മെക്സിക്കോ, സലമൻക, റിപ്പബ്ലിക് ഓഫ് ഡൊമിനിക്കാന, ട്രിനിദാദ് ആൻഡ് ടൊബാഗോ, അത് കഴിഞ്ഞ് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഇങ്ങനെയെല്ലാം ഒരുപാട് സഞ്ചരിക്കാൻ തുടങ്ങി. ഇതെല്ലാം എന്നെ ഇൻവൈറ്റ് ചെയ്തത് ഒന്നും മലയാളികളല്ല, ഭൂരിഭാഗവും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയാണ് ഇൻവൈറ്റ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ ഇടയിലായിരുന്നു. അപ്പോൾ ഈ മലയാളികളുടെ കുത്തിത്തിരിപ്പ് പ്രശ്നങ്ങളൊന്നും അറിയാൻ അവസരമില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ച് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എവ്രിതിങ് വെൻ്റ് ഓൺ വെൽ. ഒരു 2016-17 കാലമായപ്പോഴേക്കും മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇൻവിറ്റേഷൻ തുടങ്ങി. അതായത് സീറോ മലബാർ കമ്മ്യൂണിറ്റി ഏതെല്ലാം രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇൻവിറ്റേഷൻ കിട്ടുകയും പോകാനും തുടങ്ങി. അപ്പോഴേക്ക് ചെറിയ ചെറിയ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളൊക്കെ പതുക്കെ തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ. അവിടെ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. എങ്ങനെയാണ് ചെകുത്താൻ ചിലരെ ഉപയോഗിച്ച് നമ്മളെ ദ്രോഹിക്കുന്നതെന്നും എന്നാൽ ദൈവം അതിനെ നന്മക്കാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ആ കാലയളവിൽ ഒരു വിദേശത്ത് തുടങ്ങിയ ഒരു മലയാള രൂപതയിൽ രൂപത അധ്യക്ഷനുമായി ഞാൻ ഇരിക്കുകയാണ്. സ്ഥലവും പേരും പറയണ്ട എന്ന് കരുതിയിട്ടാണ്, സോറി കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ രൂപത അധ്യക്ഷൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കരിസ്മാറ്റിക്കാരെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മനസ്സിൽ ഭയങ്കര സങ്കടമുണ്ട്. ഇഷ്ടവുമാണ്, സങ്കടമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പിതാവ് അങ്ങനെ പറയാനുള്ള കാരണം? പിതാവ് പറഞ്ഞു, നമ്മൾ സഭ ഇവിടെ വരുന്നതിന് മുമ്പും നാട്ടിൽ നിന്ന് വൈദികരൊക്കെ ഇവിടെ വരുന്നതിൻ്റെ മുമ്പേ ജോലി തേടി ഒരുപാട് മലയാളികൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇവർ ഏതെങ്കിലും ലത്തീൻ പള്ളിയിലൊക്കെ കുർബാനൊക്കെ പോയി, ചിലപ്പോൾ ചിലർ പള്ളിയിൽ പോലും പോകാതെയായി അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇടയിനില്ലാത്ത ആട്ടും കൂട്ടമായിരുന്നു. കാശുണ്ടായിരുന്നു, പക്ഷേ ആത്മീയമായി ഒന്നുമില്ലായിരുന്നു. ആ കാലത്ത് കേരളത്തിലെ പ്രഗത്ഭമായ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും, അത് കോൺഗ്രിഗേഷൻ്റെതോ ഡയസിസിൻ്റെയോ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് പ്രഗത്ഭരായ വൈദികരും ടീമും ഒക്കെ ഈ രാജ്യങ്ങളിൽ വന്ന് ഓരോ മുക്കിലും മൂലയിലും ചെറിയ ചെറിയ പ്രെയർ സെല്ലുകളൊക്കെ സ്ഥാപിച്ച് പ്രാർത്ഥനയൊക്കെ സ്ഥാപിച്ച് ജനങ്ങളെയൊക്കെ ഒരുമിപ്പിച്ച് കൂട്ടി. അങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ നമ്മൾ വൈദികരെ കൊണ്ടുവന്ന് ഇവർക്ക് കുർബാന ചെല്ലാൻ തുടങ്ങി. അതൊരു സെൻറ്റർ, 2 സെൻറ്റർ, 3, 4, 10 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇത് പതുക്കെ നമുക്കൊരു രൂപതയായി, നമ്മൾ നന്നായി പോകുന്നു. ഞാൻ ചോദിച്ചത്, അതിനെന്താ, കരിസ്മാറ്റിക്കാർ അത്രയും നല്ല പുണ്യകാര്യമല്ലേ ചെയ്ത പിതാവേ? പക്ഷെ അതല്ല മോനെ പ്രശ്നം. അന്നിവിടെ രൂപത ഇല്ലായിരുന്നു. ഇന്നിപ്പം നമുക്ക് രൂപതയുണ്ട്. രൂപത തുടങ്ങിയതിന് ശേഷം നമ്മുടെ രൂപതയ്ക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. വൈദികരുടെ കാര്യങ്ങൾ നോക്കണം, ബിൽഡിങ്ങുകൾ, അല്ലെങ്കിൽ പള്ളികൾ, അത് ഇത് ഒരുപാട് ബാധ്യതകളുണ്ട്. സെമിനാരി തുടങ്ങണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായും പ്രാർത്ഥിക്കാൻ പിതാവെന്ന് പറഞ്ഞപ്പോൾ, അതല്ല മോനെ, ഈ നാട്ടിൽ നിന്ന് വന്ന ഗ്രൂപ്പുകളെല്ലാം ഇവിടെ ചെറിയ ചെറിയ അവരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതായത് ടെലിവിഷൻ ടീമുകൾ അവിടെ ചെന്നിട്ട് അവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി, ധ്യാനകേന്ദ്ര ടീമുകൾ ചെന്ന് അവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ കുറേ ചെറിയ ചെറിയ സെക്റ്റുകൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ഇവർ പ്രെയർ ഗ്രൂപ്പ് എന്നോ എല്ലാ മാസത്തിലും പ്രെയർ ഗ്രൂപ്പ് എന്നോ ഒക്കെ പറഞ്ഞ് ഇവർ കൂടി കഴിയുമ്പോൾ ഇവരൊരു കളക്ഷൻ എടുത്തിട്ട് നേരെ നാട്ടിലേക്ക്, ഇവരുടെ മെയിൻ സെൻറ്ററിലേക്ക് പോകുന്നു.
അതുകൊണ്ട് തന്നെ നമ്മുടെ രൂപത ഒന്ന് പച്ചപിടിച്ച് നന്നായി വരാൻ ചില സമയങ്ങളിൽ സാമ്പത്തികമായി ഞെരുങ്ങുന്നു എന്ന് പിതാവ് പറഞ്ഞു. ഇത്രയും പിതാവ് പറഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്താണെന്നറിയാം. പിതാവ് ഇൻഡയറക്റ്റ് ആയിട്ട് എന്നോട് പറയാണ്, എടാ ഇനി ഫിലോക്കാലിയുടെ ഒരു ബ്രാഞ്ച് ഈ നാട്ടിൽ വന്ന് സ്ഥാപിക്കേണ്ട, ക്ലാസ് എടുത്ത് പോയാൽ മതി എന്നാണ് പറയുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഉള്ള കാര്യം പറയാം, അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ പിതാവ് ഉദ്ദേശിക്കുന്നുണ്ട് ഇവരൊക്കെ വന്ന് ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നിട്ട് പിരിച്ചുകൊണ്ട് പോകുന്ന പോലെ ഇനിയിപ്പോൾ ഫിലോക്കാലിയ മിനിസ്ട്രിയുടെ ഒരു പ്രയർ ഗ്രൂപ്പ് വല്ലതും ആ രൂപതയിൽ രൂപപ്പെടുവോ, വേണ്ട മോനെ എന്നൊരു ഇൻഡയറക്റ്റ് തരുന്നത് പോലെ തോന്നി നിർത്തി. പക്ഷേ ഈ രാജ്യത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇതിങ്ങനെ കയറി മതിക്കാൻ തുടങ്ങി. പിതാവ് എന്നോടത് പറഞ്ഞെങ്കിലും എനിക്ക് വേണ്ടി തന്ന ഉപദേശമാണെങ്കിലും ഈ ചെയ്യുന്നതൊരു തെറ്റ് തന്നെയല്ലേ, ഇത് ലോകം അറിയണ്ടേ. ഒരു ദിവസം ഞാൻ നാട്ടിലെത്തിയിട്ട് അന്ന് എനിക്ക് സ്റ്റുഡിയോ ഇല്ല, സ്റ്റുഡിയോ റൂമില്ല, ക്യാമറ ഇല്ല, എഡിറ്റർ ഇല്ല, ഒരു സംഭവമില്ല. എൻ്റെ കയ്യിൽ അന്നൊരു ചെറിയ ഫോണുണ്ടായിരുന്നു. ആ ഫോൺ വെച്ച് ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തു, സെൽഫി. ആ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാരിയോ ജോസഫിന് ഏത് രാജ്യത്ത് ഇൻവൈറ്റ് ചെയ്താലും അവിടെ പോകുന്നു, ഇടവകയിൽ പ്രസംഗിക്കുന്നു, എൻ്റെ പരിപാടികൾ കഴിയുന്നു, തിരിച്ചു പോരുന്നു. അവർ ട്രാവലിംഗ് അലവൻസ് തന്നാൽ എടുക്കുന്നു, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് എടുത്തിട്ട് ഞാൻ പോരുന്നു. ഇതാണ് പൊതുവേ ചെയ്യാറ്. ഞാൻ പോയ ഒരു രാജ്യത്തും ഫിലോക്കാലിയുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ മാരിയോയുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്ന് ടെലിവിഷൻകാരായിട്ടും അതുപോലെ തന്നെ ധ്യാനകേന്ദ്രക്കാരായിട്ടും മറ്റുമൊക്കെ പല രാജ്യത്തും പോകുന്നവർ ആ രാജ്യങ്ങളിൽ പുതിയ രൂപത തുടങ്ങിയതുകൊണ്ട് അവർക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്, സാമ്പത്തികം നോക്കി മാത്രം പോകല്ലേ എന്ന് ഞാനൊരു വീഡിയോ ഇട്ടു. എൻ്റെ അമ്മോ, അന്ന് തുടങ്ങിയതാണ് കണ്ടകശനി. 2017 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇത് 18 ആകുമ്പോഴേക്കും ഒരു പരിവാക്കി, ആ നമ്മുടെ പ്രളയം വരുന്ന സമയമാകുമ്പോഴേക്കും. ഇത് ഈ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ധ്യാനകേന്ദ്ര ഗുരുക്കന്മാർക്കും അതുപോലെ തന്നെ അവരെക്കാൾ കൂടുതൽ അവരുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഐ എം സോറി ടു സേ ആ വാക്ക്. ഒരിച്ചിരി അവരെ ആരാധിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. അത് കുറച്ചല്ല, ഒരു പറ്റമുണ്ട്. കാരണം മാസാമാസം ആദ്യ വെള്ളിയാഴ്ച, ആദ്യ ശനിയാഴ്ച, രണ്ടാം ശനി, നാലാം ശനി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് ബസ് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടല്ലോ. ഒരു സീറ്റിന് 100 രൂപ 200 രൂപയ്ക്ക് ഇവരുടെ പോക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവർക്കൊരു ഒരു 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 ബിസിനസ്സും കച്ചവടമൊക്കെ അതിനകത്തുണ്ട്. നന്മയുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ആളുകൾ പോട്ടെ, പ്രാർത്ഥിക്കട്ടെ, ഒക്കെ ആവട്ടെ. പക്ഷേ ഈ ധ്യാനകേന്ദ്രം വെച്ച് ജീവിച്ചു പോകുന്ന എന്നെപ്പോലെയുള്ള, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എന്നെ അടക്കം കുറ്റപ്പെടുത്തുന്നത്. കുറേ ആളുകളുണ്ടല്ലോ, ഇവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. മാരിയോ ആരാണത് പറയാൻ? അത് ശരിയല്ല. അന്ന് തുടങ്ങിയതാണ് KCBC ആസ്ഥാനത്തിലേക്കും മൗണ്ടിലേക്കും ഒക്കെ മാരിയോയെക്കുറിച്ച് നിരന്തരം ഇമെയിലുകൾ. എനിക്ക് തോന്നുന്നു എല്ലാ പിതാക്കന്മാരും എന്നെക്കുറിച്ചുള്ള കംപ്ലയിൻറ്റ് ഇമെയിലുകൾ വായിച്ചിട്ട് മടുത്ത് കാണും. നിരന്തരം ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവൻ്റെ സുവിശേഷവൽക്കരണം ഇവിടെ നിർത്തി കിട്ടണം. ഇനി ഇവനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, ഈ പരിപാടി നിർത്തണം. ആ ടോക്ക് ഇട്ടിട്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും കേരളത്തിലെ പ്രഗത്ഭമായ ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിൽ എനിക്കെതിരെ ഒരു ആർട്ടിക്കിൾ കയറി. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പാലക്കാട് രൂപതയുടെ മാനന്തോടത്ത് പിതാവിൻ്റെ സെക്രട്ടറി അച്ഛനും അവരവരൊക്കെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാരമില്ല അത് റിമൂവ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് റിമൂവ് ചെയ്തു. ഞാനന്നൊരു ലൈവ് വീഡിയോ ഒക്കെ ഇടേണ്ടി വന്നു. പക്ഷേ അതുകൊണ്ടൊന്നും പരിപാടി തീർന്നില്ല. അന്ന് തുടങ്ങിയതാണ് മാരിയോ മൗദൂദിയാണെന്നുള്ള ലേഖനം. അത് എഴുതിയത് ആരാന്നും, ഏത് വാട്സപ്പിൽ നിന്ന് അപ്ലോഡായെന്നും, ഏതൊക്കെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ കഴിഞ്ഞാണ് അപ്ലോഡ് ചെയ്യുന്നതും, പിന്നിൽ എത്ര വൈദികരുണ്ടെന്നും, എത്ര ആത്മാരുണ്ടെന്നും, എത്ര ചാനൽ മുതലാളിമാരുണ്ടെന്നും നന്നായി മാരിയോയ്ക്കറിയാം. പക്ഷെ ഒരാളുടെയും പേര് പറയില്ല. പൊതുവെ എൻ്റെ കൂട്ടുകാരൊന്ന് അറിയണം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചേതോ വികാരം. പക്ഷേ ശ്രദ്ധിച്ച് കേട്ടണം. എന്നിട്ടും ഈ എതിർപ്പിൻ്റെ ഇടയിലും ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ അന്ന് ഫൗണ്ടേഷൻ ഇല്ല, ഫിലോക്കാലിയ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ നന്നായി പോയി. നല്ല ധ്യാനങ്ങൾ നടക്കുന്നു. ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫിലോക്കാലിയ ധ്യാനത്തിന് അത്ഭുതത്തിന് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യമില്ല. ദൈവവചനത്തിനും സഭയുടെ മതബോധന ഗ്രന്ഥത്തിനും മാത്രം പ്രാധാന്യമുള്ള ധ്യാനമാണ്. ബോധ്യങ്ങളിൽ അധിഷ്ഠിതമായൊരു ധ്യാനമാണ്. ഈ ധ്യാനം തുടങ്ങാനുള്ള കാരണം തന്നെ എന്താണെന്ന് പറയുന്നത് എനിക്ക് കുറേ കാരണങ്ങളിൽ ഒന്ന് പറയാം. ഒരിക്കലും ഞാൻ വിദേശത്ത് ഒരു വീട്ടിൽ, വലിയ സമ്പന്നമായ വീട്, കേരളത്തിൽ നിന്ന് എല്ലാ ധ്യാന ഗുരുക്കന്മാരും പോയി താമസിച്ചൊരു വീട്. ആ വീട്ടിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പം അവിടുത്തെ 3 പിള്ളേർ വന്നിട്ട് ഒരു മൈൻഡും ഇല്ലാതെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ ആ വീട്ടിലെ ചേട്ടനോട് ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്. അവിടെ ഇവിടെയൊക്കെ കൊന്തയും ട്രാഫിക് ജാമാണ് വിശുദ്ധന്മാരെയൊക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മക്കളിങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവരങ്ങനെ അവർക്ക് വെള്ളിയും പട്ടും കുഴപ്പമെന്ന് പറഞ്ഞു. ഇവിടെ ജനിച്ച പിള്ളേരെല്ലാം. ഞാൻ പറഞ്ഞു, എനിക്ക് പോയി മിണ്ടാൻ പറ്റും, ഇവിടുത്തെ പിള്ളേരാണ്, കോപിച്ച് കഴിഞ്ഞാൽ ബ്രദർ കുടുങ്ങും, പക്ഷേ ഒന്ന് സ്നേഹത്തിൽ പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ താഴെ ചെന്നു. അപ്പോൾ അവരെന്തൊക്കെയോ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ചെന്ന് ഹായ് വാട്സാപ്പ് എന്നൊക്കെ ചോദിച്ചാൽ അവരോട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പം
അവരെൻ്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ മറ്റേ അച്ഛനെ പോലെ കള കൊട്ടി 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 അപ്പനെ അമ്മനെ മയക്കിയിട്ട് പിരിവെടുക്കുന്നില്ല എന്ന് ചോദിച്ചു. അട്ടി കിട്ടിയ പോലെ ആയിപ്പോയി കുറച്ച് നേരത്തേക്ക്. അവിടെ കിടന്ന് കുറേ ഒച്ചയിട്ട് പ്രാർത്ഥിച്ചിട്ട് അച്ഛനെ അമ്മനെയും മഴക്കിയിട്ട് പിരിവെടുക്കുന്നില്ല. ഇംഗ്ലീഷിൽ പിരിവെടുത്താണ്. എൻ്റെ മുഖത്തൊക്കെയല്ലേ വെച്ചേ ഈ ചേട്ടാനിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഇച്ചിരി മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, മക്കളെ അങ്ങനെ ചിന്തിക്കില്ല, ഞാൻ അങ്ങനെ ഒരാളല്ല. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയി. വർഷങ്ങളായിട്ട് പള്ളി കയറാത്ത പിള്ളേരെ ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പ് പള്ളിയിലെത്തിച്ചു. അന്ന് പിള്ളേർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 50 വയസ്സുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാർക്കും കൈകൊട്ടി പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സാർ. 18-20 വയസ്സുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു അരാജകത്വമാണ്. താങ്കൾ സംസാരിച്ച പോലെ കുറച്ചും കൂടെ ലോജിക്കലി കുറച്ച് കാര്യമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗുണം ചെയ്യുന്നു. ഞാൻ നന്നായി സംസാരിച്ചു എന്നല്ല പറയുന്നത്, അഹങ്കാരമായിട്ടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഏതായാലും അന്ന് ഞാനിവിടെ തിരിച്ചു വന്നിട്ട് എൻ്റെ ഭാര്യ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭാര്യ പറയുക, കുറേ ലവ് ജിഹാദ് കേസാണ്, 1ഉം 2ഉം എന്നല്ല 100 കണക്കിന്. അപ്പോൾ എന്താ ഇതിനൊരു പരിഹാരം? നമ്മുടെ പിള്ളേർ ഇത്ര ഈസി ആയിട്ട് മുസ്ലിങ്ങളുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു, ഇത്ര ഈസി ആയിട്ട് നിരീശ്വരവാദികളോട് ഇറങ്ങിപ്പോകുന്നു, ഇത്ര ഈസി ആയിട്ട് അവർ നിരീശ്വരവാദികളായി പോകുന്നു, ഇത്ര ഈസി ആയിട്ട് പള്ളിയെ അധിക്ഷേപിക്കുന്നു, ഇത്ര ഈസി ആയിട്ട് മോശമായ വാക്കുകൾ, ഇത്ര ഈസി ആയിട്ട് മാതാപിതാക്കളെ തള്ളുന്നു, ഇത്ര ഈസി ആയിട്ട് അവർ കള്ളു കുടിക്കുന്നു. എന്താണ് പറ്റിയത്? എവിടെയാണ് പ്രശ്നം? അങ്ങനെ അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് 2017 തന്നെയാണ് ഒരു തീരുമാനം എടുക്കുന്നത്, നമുക്ക് ഫിലോകാലിയ എന്നും പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടത്താം, അത് കാറ്റക്കിസം ടീച്ചേഴ്സിന്. പക്ഷേ ടീച്ചേഴ്സ് ആരും വന്നില്ല. അപ്പോൾ കാറ്റീസം ടീച്ചേഴ്സ് എന്ന ഐഡിയ വിട്ടിട്ട് അത് ദമ്പതികൾക്കെന്നാക്കി. അങ്ങനെ ഞങ്ങൾ കുടുംബ ധ്യാനം നടത്താൻ തുടങ്ങിയപ്പം 100 പേര്, 200 പേര്, 500 പേര് അതങ്ങ് നന്നായി കൂടി വളർന്നു. അപ്പോൾ ഈ ശത്രുതയുടെ ഇടയിൽ, ഈ പണത്തിൻ്റെ വിഷയം വന്ന് എന്നോട് ശത്രുതയുടെ ഇടയിൽ ഈ ധ്യാനം ഇങ്ങനെ നന്നായിട്ടങ്ങ് വളർന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കേരളത്തിലൊരു ധ്യാനകേന്ദ്ര അസോസിയേഷൻ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഒരുപാട് ധ്യാനകേന്ദ്രങ്ങൾ, മാരിയുടെ പരിപാടി ഇവിടെ നടത്തണ്ട എന്നങ്ങ് തീരുമാനിച്ചു. ഒരു വിലക്ക്. ഇവരാദ്യം ശ്രമിച്ചത് മൗണ്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്കൊരു പൂട്ടിടാനായിരുന്നു, അല്ലെങ്കിൽ ഇതിനെ വിലക്കാൻ, മാരിയെ തന്നെ കംപ്ലീറ്റ് ഒരു ക്രിസ്ത്യാനി അല്ലാന്നും പറഞ്ഞ് വിലക്കാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ നടന്നില്ല. അവിടെ ഒന്നും നടക്കാത്തതുകൊണ്ട് ഇവർ ധ്യാനകേന്ദ്രങ്ങളൊരു വിലക്ക്. പക്ഷേ ചില ധ്യാനകേന്ദ്രങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് അവരൊരു തടസ്സവും തന്നില്ല, നമുക്ക് ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാ ഇത്രയൊക്കെ പറയുന്നതെന്നോ? ഇതാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഉപദ്രവത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ സഫക്കേറ്റഡ് ആയി നിൽക്കുന്ന കാലം, ഭയങ്കര അസ്വസ്ഥമായി നിൽക്കുന്ന കാലം. 2019 ആകുമ്പോഴേക്കും കോവിഡ് അടിച്ചു. കോവിഡ് വന്നു. ഈ പറഞ്ഞ മാരി ധ്യാനയന്ത്രം കൊടുക്കരുതെന്ന് ഇവർ തീരുമാനിച്ചെല്ലാം സെറ്റപ്പാക്കി നിന്ന സമയത്താണ് കോവിഡ് വരുന്നത്. എല്ലാം നടഞ്ഞു. മാരിയുടെ മുമ്പിൽ മാത്രമല്ല, മൊത്തം നടഞ്ഞു 2 വർഷത്തേക്ക്. ഈ അടഞ്ഞ സമയത്ത്, എല്ലാം അടഞ്ഞ സമയത്ത്, ഞാൻ താമസിക്കുന്ന ധ്യാനകേന്ദ്രവും അടഞ്ഞ സമയത്ത്, അന്ന് വരെയും അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആളാണ്. അടഞ്ഞ സമയത്താണ് എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ 1-2 ആളുകൾ, പ്രിയങ്കരായ 1-2 ആളുകൾ മരണപ്പെട്ടു. അതിലൊന്ന് ആൻ്റണി ഫെർണാണ്ടസ് ബ്രദർ, രാജേഷ് ശാക്യർ ബ്രദർ, ഇങ്ങനെ കുറേ പേരുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത കുറേ പേര് ഈ ഭൂമി വിട്ടു പോയി. അതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. എൻ്റെ പ്രായമൊക്കെ ഉള്ളവർ, എന്നെക്കാളും ചെറിയവരൊക്കെയാണ് പോയത്. മുഹമ്മദ് സജീർ, ജോൺ എന്ന് പറയും, പോൾ ജോൺ, അവന് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഇവരൊക്കെ പെട്ടെന്ന് മരിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പം ഇവരൊക്കെ ഹാർട്ട് രോഗി, കിഡ്നി രോഗി, ലിവർ രോഗികളൊക്കെ ആയിരുന്നു. 5000, 10000, 15000 മരുന്ന് എല്ലാ മാസവും കഴിക്കും. പക്ഷേ ഇവർ പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നു, ക്ലാസ് എടുക്കുന്നു, ഇവർ നടക്കുന്നു. അപ്പോൾ നമുക്കറിയില്ലല്ലോ ഇവർക്ക് എന്താ പറ്റിയെന്ന്. അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇവർക്കൊക്കെ ഇങ്ങനെ രോഗം ഉണ്ടായിരുന്നു, കാശില്ല, മരുന്ന് വാങ്ങാൻ പറ്റിയില്ല, കോവിഡ് കാലമാണ്, കുടുങ്ങി. ആ സമയത്ത് കോവിഡ് വന്നുകൊണ്ട് മരിച്ചു പോയതാണ്. അപ്പോൾ എനിക്കൊരു സങ്കടം തോന്നിയിട്ട് എൻ്റെ മോളെ നഴ്സിംഗ് വല്ലതും പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചൊരു 4 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഞാൻ ആ കാശ് എടുത്തിട്ട് ആ 4 ലക്ഷം രൂപക്കും ഈ കിഡ്നി രോഗികളുടെ, ഹാർട്ട് രോഗികളുടെ, ലിവർ രോഗികളുടെ മരുന്ന് മേടിച്ചിട്ട് വീടുകളിൽ കയറി കൊടുക്കാൻ തുടങ്ങി. ഇത് കൊടുത്തപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന കുറേ പേര് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ സപ്പോർട്ട് പേഴ്സണലി സ്വീകരിച്ചാൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ലല്ലോ എന്ന് കണ്ടിട്ടാണ് ഞാൻ അതിനൊരു അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടി ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്നത് രജിസ്റ്റർ ചെയ്തത്. ഇതൊരു സോഷ്യൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. മാരിയോ ബ്രദർ ചാരിറ്റബിൾ ട്രസ്റ്റ്, ചാരി ഈറ്റബിൾ എന്ന് പറയൂ. അങ്ങനെ കുറേ പേരുണ്ട്. ചാരി ഈറ്റബിൾ. ഈറ്റബിളിൻ്റെ കാര്യം പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ ചാരി ഈറ്റബിൾ എന്ന വാക്ക് മാരിയോ പറയേണ്ടി വന്നത്? പറയാം. ഈ ധ്യാനകേന്ദ്ര അസോസിയേഷൻസ് എല്ലാം ചേർന്നിട്ട് മാരിയോയ്ക്ക് ഒരു ധ്യാനകേന്ദ്രം കൊടുക്കരുതെന്നൊക്കെ തീരുമാനിച്ചിട്ട് അവസാനം 1-2 ധ്യാനകേന്ദ്രങ്ങൾ തരാൻ തയ്യാറായപ്പോൾ ഭയങ്കര കാശ് ചോദിച്ചു. പെർ ഹെഡ് 1500-2000 രൂപയൊക്കെ ചോദിച്ചു 3 ദിവസത്തിന്. ധ്യാനിക്കാൻ വരുന്ന ആരോടെങ്കിലും 2000 രൂപ 3000 രൂപയൊക്കെ ചോദിച്ചാൽ ആരെങ്കിലും തരുമോ? മാത്രമല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം പറയുമ്പോൾ പണം ഉണ്ടാക്കാൻ ധ്യാനം നടത്തുന്നു പറയില്ലേ. നമുക്കിത് നടത്താൻ പറ്റാതാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഏതോ ഒരു ഫ്രസ്ട്രേഷനിൽ ഞാനും ജിജിയും കൂടെ ഒരു ലൈവ് വീഡിയോ ഇടുമ്പോൾ, മനുഷ്യരാണ്
മാനുഷികമാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ധ്യാനത്തിന് 1000 രൂപ ഫീസ് വെക്കാനുള്ള കാരണം ഞങ്ങൾ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് അല്ല, ഞങ്ങൾ വല്ല ധ്യാന കേന്ദ്രവും വാടകയ്ക്ക് എടുത്ത് നടത്തുന്നതാണെന്ന് പറഞ്ഞു. ഈ ഒരു വാക്കിനെ വെച്ചിട്ട് പിന്നെ എന്തുമാത്രം എന്നെ ദ്രോഹിച്ചെന്നറിയോ? ഇപ്പോഴും കമൻറ്റ് കാണാമല്ലോ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളവർ ആരാന്ന് പിടികിട്ടിയല്ലോ അല്ലേ? ഓർത്തോണേ. ഇനി പറയാം, ഞാൻ ഇപ്പം പറയാം, ആവർത്തിച്ച് പറയാം, ചാരിറ്റബിൾ ട്രസ്റ്റ്, ചാരിറ്റബിൾ ട്രസ്റ്റ്, ചാരിറ്റബിൾ ട്രസ്റ്റ്. എനിക്കതിലൊരു കുറ്റബോധമില്ല പറഞ്ഞത്. ഞാനത് തിരുത്തുന്നുമില്ല. കാരണം 27,000-ത്തിലധികം ചാരിറ്റബിൾ ട്രസ്റ്റുകളെയാണ് മോദിജി ഗവൺമെൻറ് പിടിച്ചിട്ട് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നത്. 1-2 അല്ല. അതിലൊരുപാട് കത്തോലിക്കരുടെ ഉണ്ട്, നോൺ കത്തോലിക്കരുടെ ഉണ്ട്, നോൺ ക്രിസ്ത്യൻസിൻ്റെ ഉണ്ട്, മറ്റു മതക്കാരുടെ ഉണ്ട്. ഒരു ചോദ്യം, ഇത്രയും മോദി ലൈസൻസ് റദ്ദാക്കണമെങ്കിൽ അതിനകത്ത് ചാരിറ്റബിൾ അല്ലാത്ത ചാരിറ്റബിൾ ഉള്ളത് കൊണ്ടല്ലേ? പിന്നെ മാരുവി പറഞ്ഞാൽ എന്താ തെറ്റ്? എന്തിനാ ഞാൻ കുറ്റബോധപ്പെടണം? എന്തിനെന്നെ കളിയാക്കണം? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് പറയുമ്പോഴും ഞാനൊരു വചനം ഓർക്കുന്നുണ്ട്. പൗലോസ്ലീ പറയുന്നുണ്ട്, നിൽക്കുന്നവൻ വീഴാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് മാരുവി നടത്തുന്നുണ്ട്. അത് എന്നെങ്കിലും ഈറ്റബിൾ ആയാൽ നമ്മുടെ ഗവൺമെൻറ് നിയമം അനുസരിച്ച് ഇത് പൂട്ടും. അപ്പോൾ ആരും ചിരിക്കാൻ വരണ്ട. കാരണം നിയമം അനുസരിച്ച് ഞാൻ തെറ്റ് ചെയ്താൽ ഇത് പൂട്ടണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഐ റിപ്പീറ്റ്, നിയമമനുസരിച്ച് ഞാൻ തെറ്റ് ചെയ്താൽ ഇത് പൂട്ടിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടത് പൂട്ടിയ നിങ്ങൾ ചിരിച്ചാൽ ഞാനും ചിരിക്കും. കാരണം ഞാനും ആഗ്രഹിക്കുന്നു പൂട്ടിപ്പോകാൻ. എനിക്കിത് നടത്തണമെന്ന് ഒരു നിർബന്ധമില്ല. അത് ആ സമയത്ത് സംഭവിച്ചു പോയതാണ്. ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനൊരു സാധനം നടത്തണം എന്ന് വിചാരിച്ചതുമല്ല. അത് ആ ഇവോൾവിംഗ് എന്ന് പറയണം, ഈ പ്രകൃതിയിൽ അതങ്ങ് ഫിറ്റായി പോയതാണ്. ആ ഒരു കോവിഡ് കാലത്ത് എല്ലാ ധ്യാനകേന്ദ്രവും അടച്ചിട്ട സമയത്ത് നന്മ ചെയ്ത് 14 ജില്ലയിലെ 5000-ത്തിലധികം കുടുംബങ്ങളിൽ നേരിട്ട് കയറി ചെന്ന് ആശ്വാസ വാക്കുകളും കൂട്ടത്തിൽ മരുന്നും കൊടുത്ത് കടന്നു പോകാൻ പറ്റി. എന്തിനാ ഇത്രയൊക്കെ പറയുന്നതെന്ന് ഇപ്പോഴും പിടികിട്ടിയില്ല. കേട്ടോ, മറ്റുള്ളവർ എനിക്കെതിരെ തിന്മ ചെയ്തപ്പോൾ, അത് ഞാനൊരു വചനത്തിൽ നിന്ന് വായിക്കാം. ഉൽപ്പത്തി 50:20. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണത്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? പണ്ട് ജോസഫ് കുട്ടി എന്നും പറഞ്ഞൊരു സുന്ദരനായ കൊച്ചുണ്ടായിരുന്നു. ചേട്ടാനിയന്മാർക്ക് ഇവൻ അപ്പനും അമ്മയും കുറച്ച് സ്നേഹിച്ചതുകൊണ്ട് കുശുമ്പായിട്ട് അവസാനം പൊട്ടക്കിണറ്റിലിട്ടിട്ട് വെറുതെ മൂടി കളയണ്ടെന്ന് വിചാരിച്ച് അവനെ വിറ്റ് കാശാക്കിയ ടീമുകൾ. ഇത് തന്നെയാണ് എൻ്റെയും ജീവിതം എന്ന് ഞാൻ മാനസാന്തരപ്പെട്ട് ഈ ഒരു കുടുംബത്തിൽ വന്ന് വീണോ അന്ന് തുടങ്ങി ചിലർക്ക് അസൂയം, കണ്ണുകടിയും, പല്ലുകടിയും. അങ്ങനെ ഇവരെന്നെ ഒറ്റിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ വിൽക്കുന്നു, അല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം സംഭവിച്ചതറിയോ നിങ്ങൾക്ക്? ഈ ജോസഫിൻ്റെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഈ പൊട്ടക്കിൻ്റെ തട്ടിയിട്ട് ചേട്ടാനിയന്മാരും അപ്പനും അമ്മയും ഒക്കെയാണ് പോയി ക്യൂ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം നന്മക്കാക്കി മാറ്റി, നിങ്ങൾക്കും മറ്റനേകർക്കും വേണ്ടി. എന്താ മാരിയോ പറയുന്നത്? അതായത് അന്നത്തെ ആ വിദേശത്ത് പോയി വന്നപ്പോട്ട് ആ ടോക്ക്, വിദേശത്ത് പോയിട്ട് ചാനൽ മുതലാളിമാരും ഇനി അല്ല എങ്കിൽ മറ്റ് ആളുകളൊന്നും കാശ് ഇങ്ങനെ അവിടുന്ന് കളക്ട് ചെയ്ത് പോരല്ല, അവിടുത്തെ രൂപതയും വളരട്ടെ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഒരു 4-5 വർഷം നിരന്തരം പുറകെ നടന്ന് വേട്ടയാടി ആക്രമിച്ചതിൻ്റെ ഫലമായി ഉത്ഭവിച്ച ഒന്നാണ് ഫിലോകാലിയ ഫൗണ്ടേഷൻ. 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായി നിലനിൽക്കുന്നു. ഇപ്പം തന്നെ 100-200ഓളം വീടുകൾ. നിങ്ങളൊരു വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, ലോകം മുഴുവനും പലരും പലതരത്തിൽ കളക്ഷൻ എടുത്ത് നടക്കുമ്പോൾ 10 വീടുകളുടെ താക്കോൽ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച കൊടുത്തു കഴിഞ്ഞു. 4 വീടുകൾ ഈ 5-ാം തീയതി ഡിസംബർ 5-ന് വീണ്ടും കൈമാറുന്നു. അങ്ങനെ ആക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനം വളരാൻ കാരണം എന്നെ അന്ന് വേദനിപ്പിച്ചവരാണ്. അപ്പോൾ നിങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് എന്നെ ആക്രമിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര നൊമ്പരുണ്ടായിട്ടുണ്ട്, ഞാൻ തളർന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഊർജ്ജസ്വലനാണ്. നിങ്ങളോട് ഒരു നന്ദി പറയുന്നു. എന്നെ വഴിതിരിച്ച് വിടാൻ ദൈവം നിങ്ങൾ ഉപയോഗിച്ചതാണ്. നിങ്ങൾ ചിന്തിച്ചത് നിങ്ങൾ എന്നോട് തിന്മ ചെയ്തു എന്നാണ്. സത്യമായും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു, എന്നെ തീർക്കാൻ തീരുമാനിച്ചു, നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു. പക്ഷെ ദൈവം നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിച്ചെന്തിനാണെന്നറിയോ? ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ എത്തിപ്പെടാൻ വേണ്ടിയാണ്, ഈ ധൈര്യത്തിൽ ഈ പൊസിഷനിൽ എത്തിപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ എത്തിപ്പെടുക മാത്രമല്ല, എൻ്റെ കൂടെ 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം എത്തിപ്പെടാൻ, മരുന്നായി, ഭക്ഷണമായി, വസ്ത്രമായി, വിവാഹമായി, വിദ്യാഭ്യാസ ധനസഹായമായി. വിദ്യാഭ്യാസ ധനസഹായം പറയുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് രോമാഞ്ചം എടുക്കുന്നു. കാരണം വാത്തോരാതെ ഒരുപാട് ടെലിവിഷൻ നടത്തുന്ന ആളുകൾ, ആത്മീയ ടെലിവിഷൻ നടത്തുന്ന ആളുകൾ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ് സമുദായ സ്നേഹം, സമുദായ സ്നേഹം, സമുദായ സ്നേഹം, സമുദായ സ്നേഹം. എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് ഇവരെല്ലാം പറഞ്ഞു, ബ്രദറെ സമുദായ സ്നേഹം. എന്തായി സമുദായ സ്നേഹം? എന്ത് സമുദായ സ്നേഹമാണ് നിങ്ങൾ കാണിച്ചത്? എനിക്ക് മനസ്സിലായിട്ടില്ല. 2-3 ആഴ്ച മുമ്പ് ബാംഗ്ലൂരിൽ കൺവക്കേഷൻ നടക്കുന്ന ഒരു ഡോക്ടർ
അദ്ദേഹത്തിൻ്റെ കൺവൊക്കേഷൻ അദ്ദേഹത്തിന് പോയി പങ്കെടുക്കാൻ പറ്റുന്നില്ല, 2.5 ലക്ഷം രൂപ അടക്കാൻ പറ്റാത്തതിൻ്റെ പേര്. അത് നല്ല ഒന്നാം തരം അച്ചായം കുടുംബത്തിൽപ്പെട്ട ഒരു തോമസ് ഡോക്ടർ വിളിച്ചിട്ട് എന്നോട് കരയാണ്, 2.5 ലക്ഷം രൂപ ഇല്ലെങ്കിൽ എനിക്ക് ഇന്ന് വൈകുന്നേരത്തെ ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റില്ല, എന്ത് ചെയ്യണം? എന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അദ്ദേഹം പങ്കെടുത്തു. ഈ കേരളത്തിൽ 100 കണക്കിന് നഴ്സുമാരുണ്ട്. ഫസ്റ്റ് ഇയർ ഫീസ് അടച്ചു, 2ാമത് ഫീസ് അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇറക്കി വിട്ടിട്ട് വീട്ടിൽ വന്നിരിക്കുന്നവർ. 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. ഇടവകളിൽ വീടില്ലാത്തവർ 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. പ്രായപൂർത്തിയായിട്ട് കെട്ടിച്ചു വിടാൻ കയ്യിൽ 5 കാശില്ലാതെ പുറന്നിറങ്ങിയെടുക്കുന്ന പെമ്പിള്ളേർ 100 കണക്കിന് രോഗികളുണ്ട്. നല്ല അച്ചായം കുടുംബത്തിൽ കിഡ്നി മാറ്റി വെക്കാനോ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഡയാലിസിസ് ട്യൂബ് മേടിക്കാൻ പറ്റാത്ത കുടുംബങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് സമുദായ സ്നേഹം ആരോടെ ഈ പറയുന്ന സമുദായ സ്നേഹം? സമുദായ സ്നേഹം എന്ന് പറഞ്ഞാൽ കളകള കൈയടിച്ചിട്ട് കുറെ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മാത്രമല്ല. ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ദൈവ സ്നേഹം ആക്ടിങ്ങിൽ വരണം. ഒരുത്തൻ ക്രിസ്ത്യാനി ആവുന്നത് എപ്പോഴാണെന്ന വിചാരം? യേശുവിനെ പോലെ തന്നെ ബ്രേക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ദൈവസ്നേഹം മനസ്സിലെന്ന് പറയുമ്പോഴാണ്. അല്പം ഗൗരവത്തോടെ പറയുന്നുണ്ട്, വിഷമം വിചാരിക്കരുത്. ദേഷ്യമല്ല, ഫ്രസ്ട്രേഷൻ അല്ല. ചില സമയത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു പോകുന്നു, ഐ എം ഹെൽപ്ലെസ്, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ദാറ്റ്സ് ഓൾ. ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം, സമുദായ സ്നേഹം എന്നുള്ളത് വാക്കിലല്ല, അത് പ്രവൃത്തിയിലായിരിക്കണം. ഒരു വർഷം, ഒരു മാസം ചില ആത്മീയ ചാനലുകൾ 5-10 ചാനലുകളുണ്ട് പലർക്കായിട്ട് കേരളത്തിൽ. ഒരു ചാനൽ നടന്നു പോകാൻ 75,000 മുതൽ 75 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ചെലവുണ്ടെന്നൊക്കെ പറയണേ. എവിടെയാണ് ഇതൊക്കെ പോകുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തെ സ്വർഗമാക്കി മാറ്റാൻ ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന ഫണ്ട് മാത്രം മതി. കേരളത്തിലുള്ള ഓരോ രൂപതയിലെയും ഓരോ ഇടവകയിലും ഓരോ കുരിശുപള്ളിയുടെ പരിസരത്തും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, സ്ഥലം കണ്ടെത്താൻ, വീട് വെച്ചു കൊടുക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ. എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. നമ്മൾ ഈ ആത്മീയത, ദൈവം, വചനം എന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ ബൈബിൾ പ്രിന്റ് ചെയ്ത് കൊടുത്തും, കോടിക്കണക്കിന് രൂപ സാറ്റലൈറ്റിന് കൊടുത്തും, കോടിക്കണക്കിന് രൂപ എഡിറ്റിംഗ്, ഷൂട്ടിംഗ്, ഡബ്ബിങ് എന്നും പറഞ്ഞ് ഇങ്ങനെ കത്തിക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര സങ്കടം. എത്ര നല്ല അച്ചായം കുടുംബത്തിൽ പിറന്ന പിള്ളേരാണ് IAS ട്രെയിനിങ്ങിന്, കോച്ചിങ്ങിന് പോകാൻ കാശില്ലാതെ കഷ്ടപ്പെടുന്നറിയോ? എത്ര പേരാണ് പല ട്രെയിനിങ്ങിന് വേണ്ടി കാശില്ലാതെ വഴി കിടക്കുന്നതെന്നറിയോ? എത്ര നഴ്സുമാരെ നമുക്ക് നഷ്ടമായി, എത്ര ഡോക്ടർമാരെ നമുക്ക് നഷ്ടമായി, എത്ര എഞ്ചിനീയർമാരെ നമുക്ക് നഷ്ടമായി, എത്ര സയന്റിസ്റ്റുകൾ നമുക്ക് നഷ്ടമായെന്നറിയോ? കയ്യിൽ കാശില്ലാത്തതുകൊണ്ട്. കഴിഞ്ഞ ദിവസം കൂടി ഒരു കുഞ്ഞ് ഞങ്ങളുടെ ഓഫീസിൽ കയറി ഒന്ന് ഭയങ്കര കരച്ചിൽ. അവൻ MBBS പോകാനാണ് ഇഷ്ടം, പക്ഷെ 50 ലക്ഷം രൂപ വേണം. കരച്ചിൽ. അവസാനം നഴ്സിങ്ങിന് പോകാനുള്ള 5 ലക്ഷം അറേഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ വന്നത്. ഭാഗ്യം, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമുദായ സ്നേഹം, ഞാൻ ഇത്രയൊക്കെ പറയുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ, അമ്മച്ചി, സഹോദരൻ, സഹോദരി, നിങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം അറിയണം, കർത്താവിന് കൊടുക്കുക എന്ന് പറയുമ്പം ആവശ്യമുണ്ടെങ്കിൽ കർത്താവിന് കൊടുക്കണം. ആവശ്യം എന്ന് പറഞ്ഞാൽ കർത്താവിന് ഒന്നിൻ്റെ ആവശ്യമില്ല, എല്ലാം കർത്താവിൻ്റെയാണ്. വാട്ട് ഐ മീൻ, പള്ളിക്ക് ആവശ്യമുണ്ട് കൊടുക്കണം. അതും പള്ളി എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നും കൂടെ പറയാം. ശ്രദ്ധിച്ചോ. മാരിയോ ജോസഫ് കണ്ടിരിക്കുന്ന സഭ എന്താണെന്ന് പറയുന്നത്? മാരിയോ ജോസഫ് കണ്ടിരിക്കുന്ന സഭ, ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കളും ഒരു ചെറിയ സഭയാണ്. എൻ്റെ കുടുംബമാണ് എനിക്ക് സഭ. ഇറ്റ് ഈസ് ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ദി ചർച്ച്. ലോകത്തിൽ സഭയുടെ ആദ്യ കല്ലെന്ന് പറയുന്നത് ഭാര്യ, ഭർത്താവ്, മക്കൾ എന്ന യൂണിറ്റാണ്. ഇങ്ങനെ ഒരു 10-25 കുടുംബങ്ങൾ ഉണ്ടാകുമ്പം അവിടെ ഒരു കുട്ടി ഇടവക വരും, അവിടെ ഒരു വികാരി അച്ഛനുണ്ടാവും. ഈ 25 കുടുംബങ്ങളുടെയും നാഥൻ അങ്ങേരായിരിക്കും, അങ്ങേരെ അപ്പനായിരിക്കും. അങ്ങനെ ഒരു 10-15 ഇടവക വരുമ്പോൾ ചിലപ്പോൾ ഒരു ഫൊറോന ഉണ്ടാകും, ഒരു വലിയച്ഛനുണ്ടാവും. അങ്ങനെ ഒരു 3-4 അല്ല 5-10 ഫൊറോന വരുമ്പം ഒരു രൂപത ഉണ്ടാവും, കുറച്ച് രൂപത വരുമ്പം അതിരൂപത ഉണ്ടാവും, അങ്ങനെ റോം ഉണ്ടാവും. ഞാൻ കണ്ട സഭ അതാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കണം തോന്നിയാൽ നിങ്ങളുടെ സ്വന്തം, നിങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിലെ പള്ളിയിൽ എന്തിനെങ്കിലും കുറവുണ്ടോ നോക്കണം. ബാത്റൂമുണ്ടോ, പെയിൻ്റ് അടിച്ചിട്ടുണ്ടോ, നല്ല ബെഞ്ചുണ്ടോ, അവിടെ ഹീറ്ററുണ്ടോ, ഫാനുണ്ടോ, കുടിവെള്ളമുണ്ടോ, അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ടോ, അവിടെ നല്ല കല്ലറയുണ്ടോ. നിങ്ങളുടെ ആദ്യത്തെ ശ്രദ്ധ നിങ്ങളുടെ കുടുംബത്തിലായിരിക്കണം. അല്ലാതെ നിങ്ങളുടെ സ്വന്തം ഇടവകയിൽ ഒരു ബാത്റൂം ഇല്ലാതിരിക്കുക, ആവശ്യത്തിന് ബെഞ്ചില്ലാതിരിക്കുക, നല്ലൊരു പള്ളി ഇല്ലാതിരിക്കുക, നിങ്ങൾ ഏത് ധ്യാനേന്ദ്രത്തിൽ പോയി എത്ര ധ്യാനം കൂടി എത്ര കോടി ചെലവഴിച്ചാലും ദൈവം പ്രസാദിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതൊക്കെ ഇമോഷണലി നിങ്ങൾക്ക് വ്യക്തിപരമായി ചില മനുഷ്യരോടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എത്ര വലിയ ധ്യാനേന്ദ്രത്തിൽ പോയാലും നിങ്ങളുടെ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന അതേ കർത്താവ് തന്നെയാണ് അവിടെ ഉള്ളത്. സ്ഥലത്തിൻ്റെ ആംബിയൻസിന് വ്യത്യാസം ഉണ്ടാകും, കർത്താവിന് മാറ്റമില്ല കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം സ്വന്തം ഇടവകയിലെ ബലിപീഠം തന്നെയാണ്. ഐ റിപ്പീറ്റ്, സ്വന്തം ഇടവകയിലെ ബലിപീഠം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി ഞാൻ എന്ത് കൊടുത്താലും അത് അവിടെ തന്നെ ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു ബെഞ്ച് സ്പോൺസർ ചെയ്തു, എനിക്ക് പള്ളിയിലെപ്പോൾ കയറി ഇരിക്കാമല്ലോ, എൻ്റെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ഇരിക്കാമല്ലോ, നോ ഇഷ്യൂ. എന്നാൽ പലപ്പോഴും നമ്മൾ പല മറ്റ് സെക്ടേറിയൻ സഭകൾക്ക്, ആ വാക്കിൽ എന്നോട് വിഷമം തോന്നരുത്, സഭക്കകത്തുള്ള സെക്ടേറിയൻ, ഇതൊക്കെ ആവശ്യമാണ്. കോൺഗ്രിഗേഷൻസും
മറ്റും ഒക്കെ സഭയ്ക്ക് ആവശ്യമാണ്. ഇതെല്ലാം എല്ലാവരും സഭയെ വളർത്താനാണ് ശ്രമിക്കുന്നത്, ഞാനൊന്നും കുറ്റപ്പെടുത്തില്ല. പക്ഷെ പലപ്പോഴും സമ്പത്ത് നമ്മൾ ചെലവഴിക്കുമ്പോൾ സ്ഥലം നോക്കാതെ ചെലവഴിക്കുന്നതാണ് നമ്മളുടെ മക്കളൊന്നും ഉന്നമനത്തിൽ എത്താതെ പോകാനുള്ള കാരണം. നമ്മുടെ മക്കളെല്ലാം നാട് വിട്ടു പോകാനുള്ള കാരണം. നാട് വിട്ടു പോകുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം തരരുത്. നാട് വിട്ടു പോകണം, മറ്റു നാട്ടിലും നമ്മളുടെ സംസ്കാരം വളരണം, നമ്മുടെ രൂപതകൾ വളരണം, ജനങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഇറ്റ് ഈസ് റിയലി വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ജനറലി പറയുകയാണ്, നമ്മുടെ നാട്, എല്ലാവരും നാട് വിട്ടു പോയാൽ നമ്മുടെ നാട് ആര് നോക്കും? അവസാനം നമ്മുടെ നാട് കുട്ടിച്ചോറാകുകയാണിപ്പോൾ. മുഴുവനും നോർത്ത് ഇന്ത്യൻസും നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻസും എല്ലാം കൂടി ആയി നമ്മുടെ നാടങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന കുറച്ച് നല്ല പിള്ളേർ നമ്മുടെ നാട്ടിൽ വേണ്ടേ? അതിന് സമുദായ സ്നേഹം പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ചാൽ പോരാ, അതിന് ഇച്ചിരി സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് ചെയ്യാൻ ശ്രമിക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഫിലോക്കാലിയ ഫൗണ്ടേഷൻ പറ്റുന്നത് പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞതിന് നിങ്ങൾ എന്തെങ്കിലും സഹായം ഫിലോക്കാലിയക്ക് തരണമെന്നൊന്നല്ല. ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ അയ്യോ ബ്രദർ അങ്ങനെയും കൂടെ പറഞ്ഞെന്നൊന്നും വിചാരിക്കേണ്ട, ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എവിടെ വേണേലും കൊടുക്കാം, പക്ഷെ നിങ്ങൾ ആരെയെങ്കിലും സഹായിക്കണം, അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇഷ്ടംപോലെ നസ്രാനി കുടുംബങ്ങളിൽ, സീറോ മലബാർ, മലങ്കര, ലാറ്റിന്, മർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബിറ്റ്സ്, ഈ ഇഷ്ടംപോലെ കുടുംബങ്ങളിലാണ് പിള്ളേർ കാശില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റും. നല്ല ബ്രില്യൻ പിള്ളേർ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എഡ്യൂക്കേഷൻ മേഖലയിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ജസ്റ്റ് തിങ്ക് അബൌട്ട് സീരിയസ്ലി. അപ്പം ഞാനിത് ഇത്രയും പറഞ്ഞതിൻ്റെ സാരം ഇത്രേ ഉള്ളൂ. ഒരുപാട് ഉപദ്രവങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടെ നാനാ ദിക്കിൽ നിന്ന് അഴിച്ചുവിട്ടപ്പം അത് ഉന്നതത്തിൽ നിന്നൊക്കെ തുടങ്ങി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കാൻ തീരുമാനിച്ച സമയത്ത് ദൈവം അതിനെ നന്മക്കാക്കി മാറ്റി. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മക്കാക്കി മാറ്റി. അതുകൊണ്ട് എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും പറയുന്നു, എനിക്ക് അന്നൊക്കെ വേദന തോന്നിയെങ്കിലും ഇന്നൊരു വേദനയില്ല. നിങ്ങൾ എനിക്ക് നന്മയാണ് ചെയ്തത്, ഇങ്ങനൊരു പ്രസ്ഥാനം വളരാനിടയായത്. ഇനിയിപ്പോൾ ഈ പ്രസ്ഥാനം ഇന്ന് നിന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം അത്രത്തോളം കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഓൾറെഡി സാധിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ അപ്പനമ്മമാരില്ലാത്ത എത്ര മക്കളെ ഞങ്ങൾ പഠിപ്പിക്കുന്നെന്നറിയോ, എത്ര കുടുംബത്തെ പോറ്റുന്നെന്നറിയോ. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനൊരു സ്ഥാപനം അല്ല, ഒരു പ്രസ്ഥാനം ഉണ്ടാകാൻ ഈ ഉപദ്രവമാണ് കാരണമായതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ അതിന് ഒരിക്കൽ കൂടെ ആ വചനവും ഇതും കൂടെ ഒന്ന് വായിച്ചോട്ടെ. CCC 311. Faith gives us a certainty that God would not permit evil if He did not cause a good to come from that very evil. This was realized in a wondrous way by God in the death and resurrection of Christ. In fact, from the greatest of all moral evil, the murder of His Son, He has brought forth the greatest of all goods, the glorification of Christ and our redemption. വചനം റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മക്കായിരിക്കും. ഇനി ആരെങ്കിലും ദ്രോഹിച്ച മുഖത്തോക്കി പറയണം. ഉൽപ്പത്തി 50:20. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. സത്യമായി പറയുന്നത്, എത്രയോ കിഡ്നി രോഗികൾ, എത്രയോ ലിവർ രോഗികൾ, എത്രയോ ഹാർട്ട് രോഗികൾ, നാളെ മരിക്കുമെന്ന് പറഞ്ഞവർ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഫിലോക്കാലിയ ഫൗണ്ടേഷൻ വഴി അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവരെനിക്ക് തിന്മ ചെയ്തത്, ഞാനിവിടം വരെ എത്തിയത്. അപ്പം നമ്മൾ ഇതുവരെയും വ്യാഖ്യാനിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവാണ്. പിതാവിന് എന്തൊക്കെ അർത്ഥം നമ്മൾ പറഞ്ഞു? പിതാവ് നല്ലതേ മക്കൾക്ക് കൊടുക്കുകയുള്ളൂ എന്നറിഞ്ഞു, മക്കൾ തിന്മയായതിനെ കരഞ്ഞാൽ കിട്ടൂലെന്നറിഞ്ഞു, ചെകുത്താൻ ചിലപ്പോൾ ഉപദ്രവിക്കുന്നറിഞ്ഞു, പക്ഷേ പിതാവ് അത് നന്മക്കാക്കി തരുമെന്നറിഞ്ഞു, മറ്റുള്ളവർ ചിലപ്പോൾ ഉപദ്രവിക്കുന്നറിഞ്ഞു, എന്നാലും പിതാവ് അത് നന്മക്കാക്കി തരുമെന്നറിഞ്ഞു. ഇനി ഹെബ്രായർ 12:9 എന്താണെന്നറിയോ? ഇപ്പം എൻ്റെ കൊച്ചിനോട് ഞാൻ അവിടെ പോകരുതെന്ന് പറഞ്ഞ് പോയാൽ ഞാനൊരു തല്ല് കൊടുക്കും. പക്ഷേ തല്ലി കഴിയുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ കൊച്ചിന് ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഒന്നില്ല കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് സോറി എങ്കിലും പറയും, മാത്രമല്ല ഗിഫ്റ്റ് കൊടുക്കാറാണ് എൻ്റെ പതിവ്. ഇതുപോലെ തന്നെയാണ് സ്വർഗീയ പിതാവ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഒരു തട്ടും കൊട്ടുമൊക്കെ കിട്ടിയാലും നമ്മൾ കുമ്പസാരക്കൂട്ടി പോയി സോറി പറഞ്ഞാൽ നമ്മളോട് ക്ഷമിക്കുക മാത്രമല്ല പൂർവാധികം അനുഗ്രഹം തരുന്നവനാണ് അപ്പൻ. അതുകൊണ്ട് അമ്മച്ചിയെ, അപ്പച്ച, ചേട്ടാനിയ, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് ദൈവത്തിന് എന്നെ ഇഷ്ടമാണോ, ഞാൻ മോശക്കാരനെന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് പോയി ഏറ്റു പറഞ്ഞാൽ പാവം പുറത്തു തരിക മാത്രമല്ല ഒരുപാട് കൂടുതൽ അനുഗ്രഹം കിട്ടുകയും ചെയ്യും. അതാണ് യഥാർത്ഥ അപ്പൻ. അങ്ങനെ ഓർക്കുന്നില്ലേ? ചാച്ചൻ തല്ലിയിട്ട് വൈകുന്നേരം മിച്ചർ മേടിച്ചുകൊണ്ട് തന്നൊക്കെ ഓർമ്മ കാണുമല്ലോ. ഇത് തന്നെയാണ് ദൈവവും. അടുത്തത് 1 പത്രോസ് 2:19 ഒരു വചനമാണ്. 1 പത്രോസ് 2:19. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായി മാറും. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായി മാറും.
ഒരുപക്ഷെ നിങ്ങളുടെ അമ്മായി അമ്മ അന്യായമായി പീഡിപ്പിക്കുന്നു, അപ്പായി അപ്പൻ പീഡിപ്പിക്കുന്നു, സ്വന്തം അപ്പനോ അമ്മയെ പീഡിപ്പിക്കുന്നു, ചേട്ടനോ അനിയനെ പീഡിപ്പിക്കുന്നു, നാട്ടുകാരെ പീഡിപ്പിക്കുന്നു, ചിലപ്പോൾ സഭാധികാരികൾ പീഡിപ്പിക്കുന്നു, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നു, സഹശുശ്രൂഷകർ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ രോഗം നിങ്ങളെ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളെ പീഡിപ്പിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അന്യായമായി, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നറിയാം, പക്ഷെ പീഡിക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായത്. ഞാനൊരു തെറ്റും ചെയ്തില്ല. ഞാൻ പോയ ആ രാജ്യത്തിലുള്ള ആ പുതിയ രൂപതയിൽ അല്പം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിക്കോട്ടെ, ഇങ്ങനെ അവിടുന്ന് എല്ലാം കൂടി ഇങ്ങ് കൊണ്ടുവരുന്ന ഒരു ടെൻഡൻസി ഒന്ന് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചൊരു വീഡിയോ ഇട്ടെ. ഞാൻ നല്ലതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ദൈവചിന്തയോടെ കഴിഞ്ഞ 8 വർഷം ഞാനത് ക്ഷമാപൂർവ്വം സഹിച്ചതിൻ്റെ ഫലമാണ് ഫിലോകാലിയ ഫൗണ്ടേഷനും ഇന്ന് ഇത്ര ബോൾഡായി സംസാരിക്കാൻ സാധിക്കുന്നത്. എന്ത് നല്ല വചനാണല്ലോ. 1 പത്രോസ് 2:19 അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായി മാറും. അപ്പോൾ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് എന്ന വാക്കിന് ഒരു ചെറിയ വ്യാഖ്യാനമാണ് നമ്മൾ ഇന്ന് തന്നത്. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീണ്ടും പറയുന്നു, നമ്മൾ ജീവിക്കുന്നത് ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിലാണ്. അതുപോലെ തന്നെ സഭക്കകത്ത് തന്നെ ഒരുപാട് സെക്ടേറിയൻ സഭകളും ഒരുപാട് പ്രൊട്ടസ്റ്റൻ്റ് മറ്റ് ഡിനോമിനേഷൻസും എല്ലാം ചേർന്ന് ഒരു മിക്സഡ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഒരു കത്തോലിക്കൻ്റെ വിശ്വാസത്തെ, സഭാധിഷ്ഠിത വിശ്വാസത്തെ ഒരു കൗദാശിക ജീവിതത്തിൽ അവരെ നിർത്തിപ്പോകാൻ വേണ്ടി പ്രത്യേക ട്രെയിനിങ്ങുകൾ തീർച്ചയായും കൊടുക്കേണ്ട സമയമായി എനിക്ക് തോന്നുന്നു. അഭിവന്യ പിതാക്കന്മാർ ഓരോ രൂപതയിലും അതിനുവേണ്ട ക്രമീകരണങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള പഠനവും അതിനുള്ള സൗകര്യവും ചെയ്തു തരും എന്നും വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നിർത്തുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു കാര്യം, അതെ, ഞാൻ ഇന്നത്തെ പ്രസംഗത്തിൽ എന്തെങ്കിലും ഇച്ചിരി ഓവറായി സംസാരിച്ച പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ആരെയും കുറ്റപ്പെടുത്താനല്ല, ഒരാളുടെയും പേരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ച് നടപ്പുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു പക്ക കത്തോലിക്കനും സഭയോട് ചേർന്നും രൂപതയോടും ഇടവകയോടൊക്കെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടുള്ള അസ്വസ്ഥതകളാണ് ഞാൻ അനുഭവിക്കേണ്ടി വന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, കുറേ മുസ്ലിമീങ്ങൾ കയറിയിട്ട് അനാവശ്യമായിട്ട് ഒരുപാട് കമൻ്റ് ഇടുന്നുണ്ട്. ഞാൻ സാധാരണ ഇസ്ലാമിനെ എന്നല്ല എല്ലാ മതത്തെയും ബഹുമാനിക്കുന്ന ആളാണ്. മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും ഒക്കെ ബഹുമാനിക്കുന്ന ആളാണ്. ആരെയും അങ്ങനെ ഒന്നും കുറ്റപ്പെടുത്തി ക്ലാസ് ഇടാനോ അവരുടെ ഒന്ന് തിന്മകൾ പറഞ്ഞെടുക്കാനോ ഞാൻ ശ്രമിക്കാറില്ല. എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ആകെ പറയാറുള്ളൂ. പക്ഷേ ഒരുപാട് ഇങ്ങനെ കമൻ്റ് എഴുതുമ്പോൾ ചിലപ്പോൾ ഞാൻ നിർബന്ധിതമായി ഈ കമൻറ്റിന് മറുപടി തരേണ്ടി വരും. അങ്ങനെ വന്നാൽ അത് ഞാനായിട്ട് മുസ്ലിമീങ്ങളോട് കാണിക്കുന്ന ദ്രോഹമായിട്ട് എടുക്കരുത്, കമൻറ്റിന് മറുപടി തരുന്നതായിട്ട് എടുക്കേണ്ടി വരും. വ്യക്തിപരമായി പറഞ്ഞാൽ ആവശ്യമില്ലാതെ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ പോകാതിരിക്കുന്നതാണ് മുസ്ലിമീങ്ങൾക്ക് നല്ലത്. കുറച്ച് നാൾ നിങ്ങൾ വെറുതെ കുറച്ച് കാറ്റ് വിതച്ചാണ് സ്നേഹസമ്പാദം എന്ന് പറഞ്ഞു. കൊടുങ്കാറ്റായി ഇപ്പോൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും ഇസ്ലാമോഫോബിയാണ്. ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഞാൻ നല്ല അർത്ഥത്തിൽ പറയുന്നു. വെറുതെ ചൊറിഞ്ഞ് വർത്താനം പറഞ്ഞ് മറ്റുള്ളവരുടെ വാളിൽ കയറി എന്തെങ്കിലും എഴുതി കുത്തിപ്പിടിപ്പിച്ച് ചുമ്മാ എന്തിനാണ് സ്വയമേ നാണം കെടുന്നത്? പറ്റുന്നതും മാക്സിമം അങ്ങനെയുള്ള കമൻറ്റുകൾ ഒഴിവാക്കുക. ജെന്യൂനായിട്ട് അറിയാനുള്ളവർ സഭ്യമായ ഭാഷയിൽ ശരിക്കും സംശയങ്ങൾ കമൻ്റായി ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അതിന് മറുപടി ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഐ റിപ്പീറ്റ്, സഭ്യമായ ഭാഷയിൽ വായിക്കാനും നമുക്ക് പരസ്യമായി പറയാനും പറ്റുന്ന ഭാഷയിൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ എന്തും എഴുതിക്കോളൂ. മുസ്ലിമീങ്ങൾ കമൻ്റായിട്ട് ഇട്ടോളൂ. സമയം കിട്ടുമ്പോൾ ഇതേപോലെ ടോക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഗോഡ് ബ്ലെസ് യു.